ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. മലപ്പുറത്ത് ഇ.ടി. മുഹമ്മദ് ബഷീറും പൊന്നാനിയിൽ അബ്ദുസമദ് സമദാനിയും, തമിഴ്നാട് രാമനാഥപുരത്ത് കെ നവാസ് ഗനിയുമാണ് സ്ഥാനാർത്ഥികൾ. എന്നാൽ പുതിയതായി ലഭിച്ച രാജ്യസഭയിലേക്കുള്ള സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ല. യൂത്ത് ലീഗിന്റെ ആവശ്യം തള്ളിയാണ് സിറ്റിംഗ് എംപിമാരെ തന്നെ ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കാനുള്ള ലീഗ് തീരുമാനം. പക്ഷേ ശ്രദ്ധേയമായ ഒരു കാര്യം, മണ്ഡലങ്ങൾ സിറ്റിംഗ് എംപിമാർ വെച്ചുമാറി എന്നുള്ളതാണ്. പൊന്നാനിയിൽ നിന്ന് ഇ.ടി. മലപ്പുറത്തേക്കും മലപ്പുറത്ത് നിന്ന് സമദാനി പൊന്നാനിയിലേക്കും പോകും. കോൺഗ്രസിന് കീഴടങ്ങി മുസ്ലിം ലീഗ് എന്നുള്ള ശക്തമായ വിമർശനം വളരെ പ്രാധാന്യത്തോടെ നിൽക്കുന്ന ഒരു അന്തരീക്ഷമുണ്ട്. മൂന്നാം സീറ്റില്ല എന്നും മാത്രമല്ല, മലപ്പുറവും പൊന്നാനിക്ക് അപ്പുറത്തേക്ക് ലോക്സഭയിൽ അധികമൊരു സീറ്റിലേക്ക് പോകാനുള്ള കാലങ്ങളായിട്ടുള്ള ലീഗിൻ്റെ പരിശ്രമം ഇത്തവണയും അതേ നിലയിൽ തന്നെ അവസാനിക്കുന്നു. കോൺഗ്രസ് ആ നിലയിൽ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ആ 2 സീറ്റുകളിൽ മാത്രമായി ലീഗ് ഒതുങ്ങി നിൽക്കുന്നു എന്നുള്ളതുകൂടിയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്നിപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. കെ.എസ്. ഹംസ പൊന്നാനിയിലെ LDF സ്ഥാനാർത്ഥി, എസ് കെ സജീഷ് CPIM, റോണി കെ ബേബി കോൺഗ്രസ്, M. ജയചന്ദ്രൻ മുതിർന്ന മാധ്യമപ്രവർത്തകൻ. കെ.എസ്. ഹംസ നമ്മുടെ ചർച്ചയിലേക്ക് എത്തുന്നതേ ഉള്ളൂ. പൊന്നാനിയിലെ സ്ഥാനാർത്ഥി കൂടിയാണ് എന്നൊരു സവിശേഷത ഈ ചർച്ചയിൽ അദ്ദേഹം എത്തുമ്പോൾ ഉണ്ട് എന്ന് പ്രത്യേകം പറയട്ടെ. ഇപ്പോൾ ശ്രീ സജീഷും ശ്രീ ജയചന്ദ്രനുമാണ് ചർച്ചയിലുള്ള. കോൺഗ്രസ് പ്രതിനിധിയെയും പ്രതീക്ഷിക്കുന്നു. സജീഷ്, ലീഗ് UDF-നുള്ളിൽ വല്ലാതെ അവഗണിക്കപ്പെടുന്നു എന്നുള്ളത് രാഷ്ട്രീയമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട് CPIM തുടർച്ചയായി. എന്നാൽ CPIM വളരെ കൃത്യമായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇത് ചൂണ്ടിക്കാട്ടുമ്പോഴും ഈ രാഷ്ട്രീയം വിശദീകരിക്കുമ്പോഴും അതേതെങ്കിലും തരത്തിൽ ലീഗിനെ ഇടതുമുന്നണിയിലേക്ക് എടുക്കാൻ വേണ്ടിയായി കരുതേണ്ടതേയില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, നവകേരള സദസ്സിൻ്റെ യാത്രയ്ക്കിടയിൽ മാധ്യമങ്ങൾക്ക് അന്ന് മുഖ്യമന്ത്രി അനുവദിച്ച പ്രത്യേക അഭിമുഖമുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ച ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിൽ അദ്ദേഹം വിശദീകരിക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഈ ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ അതിനർത്ഥം ലീഗിനെ ഏതാണ്ട് കാംക്ഷിച്ച് പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ ലീഗ് ഇങ്ങോട്ട് വരട്ടെ എന്ന് കരുതി നിൽക്കുന്ന പാർട്ടിയല്ല CPIM, അങ്ങനെ ഒരു മുന്നണിയല്ല LDF എന്ന് പറഞ്ഞുകൊണ്ട് UDF എന്ന മുന്നണിക്കകത്ത് ലീഗ് നേരിടുന്ന രാഷ്ട്രീയ അസ്തിത്വമില്ലായ്മ അടക്കമുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി. ഇന്ന് എനിക്ക് തോന്നി ഈ ചർച്ചയിലേക്ക് വരുമ്പോൾ ആ വാചകവും ആ ഇടതുമുന്നണിയുടെ അതിലുള്ള സമീപനവും പ്രസക്തമാണ് എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാനത് സൂചിപ്പിച്ചത്. പക്ഷേ എന്നിട്ടും UDF-നുള്ളിൽ ലീഗ് നേരിടുന്ന അവഗണനയെക്കുറിച്ച് നിങ്ങളൊക്കെ രാഷ്ട്രീയമായി ചൂണ്ടിക്കാട്ടുമ്പോൾ, CPIM ചൂണ്ടിക്കാട്ടുമ്പോഴും ഒടുവിൽ എന്താണ് സംഭവിക്കുന്നത്? ഒടുവിൽ കോൺഗ്രസ് വെച്ചു നീട്ടുന്ന സീറ്റും കൊണ്ട് ലീഗ് നേതൃത്വം സംതൃപ്തി അടയുകയാണല്ലോ. അതിന്നും അല്ലെങ്കിൽ ഇന്നും ഈ തെരഞ്ഞെടുപ്പിലും സ്പഷ്ടമായി കഴിഞ്ഞു, വ്യക്തമായി കഴിഞ്ഞു. സജീഷ്, വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. ഒന്ന്, ഇവിടെ UDF-നെ സംബന്ധിച്ചിടത്തോളം UDF എന്ന സംവിധാനത്തിനകത്ത് തന്നെ ഐക്യവും ജനാധിപത്യവും എല്ലാം തകർന്ന നിലയിലായിട്ട് കുറേ നാളുകളായി. അതുകൊണ്ട് സുശക്തമായൊരു സംവിധാനം അവർക്കുണ്ട് എന്ന് പോലും പറയാൻ വേണ്ടി കഴിയില്ല. സത്യത്തിൽ കോൺഗ്രസിനപ്പുറത്തേക്ക് ആ സംവിധാനത്തെ നിലനിർത്തുന്നതിൽ പങ്കുവഹിക്കുന്നത് ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എന്ന് തെരഞ്ഞെടുപ്പ് അവലോകനം നടത്തിയാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഏതാണ്ട് 2001 മുതൽ 2021 വരെയുള്ള കേരള നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം പരിശോധിച്ചാൽ അതിൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം 2001 അവർക്ക് 16 സീറ്റുണ്ട്. ആ സമയത്ത് കോൺഗ്രസ്സിന് 63 സീറ്റുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ 2021 നിൽക്കുമ്പോൾ അത് 15 സീറ്റിൽ ലീഗ് നിൽക്കുന്നു, 20 സീറ്റിൽ കോൺഗ്രസ് നിൽക്കുന്നു. അതായത് അവർ തമ്മിലുള്ള വ്യത്യാസം വളരെ ചെറുതായി മാറിയിരിക്കുന്നു. MLA-മാരുടെ 21 എന്നുള്ള വളരെ ചെറിയ വ്യത്യാസം, 4 MLA-മാരുടെ വ്യത്യാസം മാത്രം നിൽക്കുന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നു. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പോലും MLA-മാരുടെ എണ്ണം വെച്ച് ലീഗ് വരുന്ന സാഹചര്യത്തിലേക്ക് മാറുമായിരുന്നു. അതുകൂടി ഇല്ലായിരുന്നെങ്കിൽ കേരളത്തിലെ UDF-ൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ പോലും ഒരു മുന്നണി സംവിധാനത്തിനകത്ത് അവർക്ക് എന്ത് പരിഗണനയാണ് നൽകിക്കൊണ്ടിരിക്കുന്നതെന്ന് അവർ സ്വയം പരിശോധിക്കട്ടെ. ഇവിടെ മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയം, അവർ കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയത്തോട് ഞങ്ങൾ യോജിക്കുന്നില്ല. പക്ഷേ ഇവിടെ കോൺഗ്രസ് അവിടെ സ്വീകരിക്കുന്ന ഒരു നിലപാട്, ആ നിലപാടിനെയാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് വളരെയധികം പ്രാധാന്യമുള്ളൊരു തെരഞ്ഞെടുപ്പാണിത്.
ആ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നു. ഏറ്റവും കരുത്തരായിട്ടുള്ള ഇന്ത്യൻ പാർലമെൻറ്റിൽ കേരളത്തിൻ്റെ ശബ്ദമുയരണം, അതോടൊപ്പം തന്നെ ജനാധിപത്യത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും ശബ്ദമുയരേണ്ടതുണ്ട്. ആ ശബ്ദമുയർത്താൻ കഴിവുള്ളവരെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളായി നിശ്ചയിച്ചിട്ടുള്ളത്. അധികാരം പോലും പ്രാധാന്യമുള്ള ഒരു കാര്യമല്ല എന്ന് ഈ സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെളിയിക്കുകയാണ്. മന്ത്രിസ്ഥാനത്തുള്ള ഒരാൾ പാർലമെൻറ്റിലേക്ക് മത്സരിക്കുകയാണ്, സഖാവ് കെ രാധാകൃഷ്ണൻ മത്സരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ മറ്റധികാര സ്ഥാനത്തേക്കപ്പുറത്തേക്ക് ഇന്ത്യ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളിയെ അതിജീവിക്കുകയാണ് നമ്മുടെ ആവശ്യം. അതിന് എന്തും നിലപാടും സ്വീകരിക്കണം എന്നുള്ള നിലയിൽ ഏറ്റവും മികച്ച രീതിയിൽ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാനും ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞിട്ടുണ്ട്. അവിടെയാണ് UDF-നെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ പട്ടികയാവുന്നില്ല, അതിനകത്ത് പല തർക്കങ്ങളും നിലനിൽക്കുന്നു എന്നാണ് കേൾക്കാൻ കഴിയുന്നത്. അപ്പുറത്ത് പരിശോധിച്ചാൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ആ സംവിധാനത്തെ താങ്ങി നിൽക്കുന്ന പാർട്ടി കുറേ കാലമായി അവരിങ്ങനെ താണുകേണ് പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനെയൊന്നും ഗൗനിക്കാത്ത നിലയിൽ കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ് എന്നും കാണാൻ വേണ്ടി കഴിയും. റൈറ്റ്, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം സജീഷ്. നമ്മൾക്കൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സ്ഥാനാർത്ഥി കൂടി ഇപ്പോൾ ഈ ചർച്ചയ്ക്കുണ്ട് എന്നത് ഈ ചർച്ചയെ സംബന്ധിച്ച് അതിൻ്റെ ഒരു സവിശേഷതയാണ്. ആളുകൾക്ക് ആ നിലയിൽ അതിലൊരു പ്രത്യേക കൗതുകവും ഉണ്ടാകും. ഇപ്പോൾ പൊന്നാനിയിലെ സ്ഥാനാർത്ഥി ശ്രീ കെ എസ് ഹംസയാണ് നമ്മൾക്കൊപ്പം ഉള്ളത്. ശ്രീ ഹംസ, സ്വാഗതം. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ ഞങ്ങൾക്കൊപ്പം സഹകരിച്ചതിനും വരാൻ തയ്യാറായതിനും പ്രത്യേകം നന്ദി പറയട്ടെ. എനിക്കറിയാം, ഇപ്പോൾ താങ്കൾ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയുടെ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിരുന്ന ആളാണ്. ദീർഘകാലം ലീഗിൻ്റെ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ്. ഞാൻ പറയുന്നതിൽ പെശകളുണ്ടെങ്കിൽ താങ്കൾ തിരുത്തി തന്നെ പറഞ്ഞോളൂ, ഞാൻ മനസ്സിലാക്കുന്ന കാര്യം. ഇപ്പോൾ തൃശ്ശൂർ ജില്ലാ പ്രസിഡൻ്റൊക്കെയായി പ്രവർത്തിച്ച ആളാണ്. അപ്പോൾ ഈ പൊന്നാനി അടക്കമുള്ള മലപ്പുറം ജില്ലയുടെ ഈ ഭാഗങ്ങളിലൊക്കെ നല്ല പരിചയം. അതുപോലെ തന്നെ ഈ പൊന്നാനി മണ്ഡലത്തിൽ തന്നെ താങ്കളുടെ ബന്ധുക്കളുമൊക്കെ ഒരുപാട് പല നിലയ്ക്കും പലയിടത്തായി താമസിക്കുന്നതൊക്കെ ആയിട്ടുള്ള വിവരങ്ങളാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇതെല്ലാം അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഇന്ന് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ഇന്നലെയാണല്ലോ പ്രഖ്യാപനം വന്നത്. ഇന്നത്തെ ഒരു അനുഭവം, ആദ്യ ദിനമാണ്, എന്തായിരുന്നു ഒരു പൊതു അനുഭവം ഞങ്ങളുമായി പങ്കുവെക്കാനുള്ളത്? ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചു. ഇന്നലെ ഒരു പ്രസ് മീറ്റോട് കൂടിയായിരുന്നു ആരംഭം. അതിൽ എനിക്ക് വലിയ ആത്മവിശ്വാസം വർദ്ധിച്ചു. ഇന്നലെ പ്രസ് മീറ്റിൽ മാധ്യമപ്രതിനിധികൾ ഉന്നയിച്ച സംശയങ്ങളും ആ സംശയങ്ങളുടെ നിവാരണമായി പോയപ്പോൾ ഒരു വലിയ ആത്മവിശ്വാസമാണ് ഉണ്ടായത്. അതിനുശേഷമുണ്ടായ റോഡ് ഷോ, ഇന്ന് കാലത്ത് മുതൽ തന്നെ തൃത്താല നിയോജക മണ്ഡലത്തിൻ്റെ വിവിധ മേഖലകളിൽ നടത്തിയ പര്യടനം, അതൊക്കെ വർദ്ധിച്ച ആവേശമാണ് ജനങ്ങളിലുള്ളത് എന്ന് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചു. ഞാനൊരു നിരവധി കാലം തിരഞ്ഞെടുപ്പ് പ്രവർത്തനം നിയന്ത്രിച്ച ഒരു പരിചയമുണ്ട് എനിക്ക്. കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ പോലും ഞാനൊരു പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ഇലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു. അതുമാത്രമല്ല, മുമ്പും അങ്ങനെ ഒരുപാട് കാലത്തെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പൊന്നാനിയുടെ ഗ്രാമാന്തരങ്ങളിൽ അടങ്ങാത്ത ഒരു വിദ്വേഷം തളം കെട്ടി നിൽക്കുന്നുണ്ട് എന്നാണ്. അവരത് പ്രകടിപ്പിക്കാൻ കാത്തു നിൽക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയുടെ ഒരു തരംഗമുണ്ടായിരുന്നു എന്നത് ശരിയാണ്. അതിനു മുമ്പ് അബ്ദുറഹ്മാൻ മത്സരിച്ച സമയത്ത് ഏറെക്കുറെ ഒരു 23,000-25,000 വോട്ടിൻ്റെ മാർജിനാണുള്ളത്. ആ മാർജിൻ ഇന്ന് പ്രസക്തമല്ല. കാരണം അന്നത്തെ ദേശീയ രാഷ്ട്രീയ സാഹചര്യവും ഇന്നത്തെ ദേശീയ രാഷ്ട്രീയ സാഹചര്യവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അന്ന് മോഡിയെയും സംഘപരിവാർ പ്രവൃത്തിയെയും അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കിയാൽ കയറാനിരിക്കുന്നത് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഒരു മുന്നണി മാത്രമായിരുന്നു. സംഘപരിവാറിനെ താഴെ ഇറക്കിയാൽ പകരം കോൺഗ്രസ് എന്ന ഒറ്റ മൂല്യേ അന്നുണ്ടായിരുന്നുള്ളൂ. ഇന്ന് സാഹചര്യങ്ങൾ മാറി. സംഘപരിവാറിനെ താഴെ ഇറക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയിട്ടുള്ളത് ഇന്ത്യ എന്ന സഖ്യമാണ്. വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഒരു മഹാകൂട്ടായ്മ. ഇന്ത്യ സഖ്യത്തിൽ പ്രബലമായി നിൽക്കുന്നത്, അവിഭാജ്യ ഘടകമായി നിൽക്കുന്നത് ഇടത് ജനാധിപത്യ മുന്നണി കൂടിയാണ്. അതുകൊണ്ട് സംഘപരിവാറിന് അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇടതുപക്ഷ മതേതര മതനിരപേക്ഷ ശക്തികളിലും മറ്റ്
ഇന്ത്യ മുന്നണിയിലെ ഘടക കക്ഷികളിലും വലിയ വിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മോഡിക്ക് പകരം കോൺഗ്രസ് എന്ന ആ ഇക്വേഷൻ മാറിപ്പോയി. പകരം മോഡിക്ക് പകരം ഇന്ത്യ എന്നതാണ് പുതിയ സാഹചര്യം. ഈ സാഹചര്യം ജനങ്ങളിൽ ഏശിയിട്ടുണ്ട്, അവർ ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണ രാഷ്ട്രീയത്തിൽ സ്റ്റേറ്റ് അസംബ്ലിയിലേക്കുള്ളൊരു തെരഞ്ഞെടുപ്പിൽ ഒരു വിധിയും കേന്ദ്രത്തിലേക്ക് മറ്റൊരു വിധിയുമാണ് ഉണ്ടായിരുന്നത്, ജനവിധി. ഇനി അതിന് പ്രസക്തമല്ല. കേരളത്തിലുണ്ടായ ഇടത് ജനാധിപത്യ മുന്നണിക്കുള്ള മേൽക്കോയ്മ പാർലമെന്റ് ഇലക്ഷനിലും ഇനി പ്രകടമാകാൻ പോവുകയാണ്. കാരണം ഇതുതന്നെയാണ്, ഈ കോൺഗ്രസ് അല്ല മോഡിക്ക് പകരം വരാനുള്ളത് ഇന്ത്യയാണ്. ഇന്ത്യയിലെ അവിഭാജ്യ ഘടകമാണ് ഇടത് ജനാധിപത്യ മുന്നണി. മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇടത് ജനാധിപത്യ മുന്നണിയും കോൺഗ്രസും ഉണ്ടല്ലോ, രണ്ടും ആവാമല്ലോ, രണ്ടും ഇന്ത്യ സഖ്യത്തിലാണല്ലോ എന്ന് പറഞ്ഞേക്കാം. പക്ഷേ കേരളത്തിലെ പ്രബുദ്ധരായ ജനത അവർ ചിന്തിക്കുന്നതിൽ കുറച്ചും കൂടി പ്രാഗൽഭ്യം പുലർത്തുന്നവരാണ്. അവർ നോക്കിക്കാണുന്നുണ്ട് കഴിഞ്ഞ 5-6 മാസത്തിനും ഉള്ളിൽ അല്ലെങ്കിൽ 1-2 കൊല്ലത്തിൻ്റെ ഉള്ളിൽ മതനിരപേക്ഷതയിൽ ഊന്നിയുള്ള നിലപാടുകൾ എടുത്ത പ്രസ്ഥാനം ഏത് എന്നാണ്. ഇപ്പോൾ മോഡി പറയുന്നത് തന്നെ ഏറ്റുപറയുന്നവർ പകരം കയറുന്നതിൽ കാര്യമില്ലല്ലോ. മോഡിയെ താഴെ ഇറക്കിയാലും മോഡി പറയുന്ന മുദ്രാവാക്യം ഏക സിവിൽ കോഡിൻ്റെ കാര്യത്തിൽ, UAPയുടെ കാര്യത്തിൽ, NIA കാര്യത്തിൽ, മാത്രമല്ല രാമക്ഷേത്രത്തിൻ്റെ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ട രാമക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ ഒക്കെ, ഗസയുടെ കാര്യത്തിൽ, പാലസ്തീൻ വിഷയത്തിൽ എത്ര ഇഷ്യൂസ് ഉണ്ട്. അതിലൊക്കെ മോഡി പറയുന്നത് തന്നെ ആവർത്തിച്ച് പറയുന്നവർ മോഡിക്ക് പകരം കയറുന്നതിൽ എന്ത് പ്രസക്തിയാണുള്ളത്? അത് ജനങ്ങൾ തിരിച്ചറിയും. അപ്പോൾ മോഡിയെ അധികാരത്തിൽ നിന്ന് താഴോട്ട് ഇറക്കേണ്ടതുണ്ട്. ഇറക്കിയാൽ പകരം കയറാനുള്ള ഇന്ത്യ സഖ്യമാണ്. ഇന്ത്യ സഖ്യത്തിൽ പാർലമെന്റിൽ ഉറച്ച നിലപാടെടുത്ത് നിൽക്കണമെങ്കിൽ ഇടതു മതനിരപേക്ഷ ശക്തികൾ കയറേണ്ടതുണ്ട് എന്ന തിരിച്ചറിവ് കൂടി ജനങ്ങൾക്ക്. താങ്കൾ പറഞ്ഞു വന്നത് ആ ഒരു ദേശീയ രാഷ്ട്രീയം വളരെ ഫലപ്രദമായി വളരെ ശക്തമായി ചർച്ച ചെയ്യുന്ന കേരളത്തിലെ മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആ മണ്ഡലങ്ങളുടെ ഒരു പൊതു സ്വഭാവം പൊന്നാനി വളരെ ശക്തമായി കാഴ്ചവെക്കും, മലപ്പുറം കാഴ്ചവെക്കും എന്ന് പറയുന്നിടത്തേക്കാണ് താങ്കൾ എത്തുന്നത്. അവിടെയാണ് താങ്കളുടെ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ വിജയസാധ്യത അല്ലെങ്കിൽ ഇത്തവണ മാറ്റം എന്നുള്ളതാണ് പറഞ്ഞു വന്നത്. അതിൽ നിന്ന് മറ്റൊന്നുകൂടിയുണ്ട്. ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം KPCC UDF എന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ 25,000 വോട്ടിന്റെ കഴിഞ്ഞ തവണത്തെ അബ്ദുറഹ്മാന്റെ 23,000 വോട്ടിന്റെ കഴിഞ്ഞ അബ്ദുറഹ്മാന്റെ 23,000 വോട്ടിന്റെ മേൽക്കോയ്മ പ്രശ്നമല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇതിന് കാരണം ഇന്ത്യൻ സാഹചര്യം മാറിയതുകൊണ്ട് ആ മേൽക്കോയ്മ പോയി, പകരം വലിയ ഭൂരിപക്ഷം ഇതിനകത്ത് വരാൻ സാധ്യതയുണ്ട്. ഇനി പറഞ്ഞോളൂ. അപ്പോൾ ശ്രീഹംസ, അങ്ങനെയാണെങ്കിൽ പിന്നെ അങ്ങനെ ഒരു സാഹചര്യം താങ്കൾ മുന്നോട്ട് വെക്കുന്നു. സിറ്റിംഗ് MP ആയിട്ടുള്ള ET മുഹമ്മദ് ബഷീർ പൊന്നാനി വിട്ട് മലപ്പുറത്തേക്ക് മാറിയത് എന്തുകൊണ്ടാവും? അതെ, ഞാൻ സത്യത്തിൽ അതിനെക്കുറിച്ച് ഒരു കമൻറ്റ് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനത് കമൻറ്റ് പറയാൻ സത്യസന്ധമായി പറയണമല്ലോ. പക്ഷേ എൻ്റെ മുൻഗാമിയെക്കുറിച്ച് ഇവിടെ ഉണ്ടായിരുന്ന പഴയ ദീർഘകാലം MP ആയിരുന്ന ഒരു പഴയ നേതാവ്, ഞാൻ ബഹുമാനിക്കുന്നൊരു നേതാവ്, അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനം വിലയിരുത്തേണ്ടതുണ്ടാവും. അതിനെക്കുറിച്ച് ഞാനൊന്നും ഇപ്പം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ടോ? ഞാനൊരു സ്ഥാനാർത്ഥിയാണല്ലോ, അതുകൊണ്ട് തന്നെ സിറ്റിംഗ് MP മണ്ഡലം വിടുന്നു എന്ന് പറയുമ്പോൾ അതുണ്ടല്ലോ. അങ്ങനെ ഒരു സിറ്റിംഗ് MP മണ്ഡലം വിടുന്നു എന്ന് പറയുമ്പോൾ അതിൽ ആളുകൾക്ക് ചിന്തിക്കാൻ ഒരുപാട് വകയുണ്ട്. സ്ഥാനാർത്ഥി എന്ന നിലയിൽ താങ്കൾക്ക് ആത്മവിശ്വാസം, അധികമായി ആത്മവിശ്വാസം നൽകുന്ന ഒരു ഘടകമാണോ? ഒരുപാട് വകയുണ്ട്. അത് തീർച്ചയായും. അതുമാത്രമല്ല, പകരം നിയോഗിക്കപ്പെട്ട കാൻഡിഡേറ്റും കമ്മിറ്റിയിൽ നിരന്തരമായി പൊന്നാനിയിൽ നിന്ന് മാറ്റിത്തരണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിരുന്നതും, അതുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയം വൈകിയതും ഒക്കെ തന്നെ അതിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം പൊന്നാനി മണ്ഡലത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണങ്ങളാണ്. വിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട്. പര്യടനത്തിൽ എനിക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ലീഗ് നേതൃത്വത്തിനുള്ളൊരു അടക്കം പറച്ചിലാണ് ശ്രീ ഹംസ ഇപ്പോൾ സൂചിപ്പിച്ചത്. തീർച്ചയായും. ഈ കേരളത്തിന്റെ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ KPCC കോൺഗ്രസ് നയിക്കുന്ന UDF തന്നെയാണ് എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നതിൽ. പൂർത്തിയാക്കിക്കോളൂ. അതെ, അല്ല, മുസ്ലിം ലീഗിനോട് വോട്ട് ചെയ്തിരുന്ന ആളുകൾ തന്നെയാണ് എനിക്ക് പ്രചോദനമേകുന്നത്, എനിക്ക് സപ്പോർട്ട് നൽകുന്നത്. ധാരാളം ആളുകൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് എനിക്ക് സപ്പോർട്ട്, കാരണം ഞാനും അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നയാളാണല്ലോ. എന്താണ് ഉണ്ടായിരുന്നത്? അഴിമതി രാഷ്ട്രീയം ത്തിനെതിരെ ഒരു സംശുദ്ധ രാഷ്ട്രീയം, അതായിരുന്നല്ലോ ഞാൻ പാർട്ടിയിൽ ഉന്നയിച്ചിരുന്ന കാര്യം.
പാർട്ടിയിലെ എൻ്റെ ക്ലാഷ് അവിടെയായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. ഒരുപാട് കാലത്തെ നിരന്തരമായ പോരാട്ടങ്ങളായിരുന്നു. അവസാനം കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞത് 25 കൊല്ലമായി ഈ KS ഹംസ എന്നെ മീറ്റ് യോഗങ്ങളിൽ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പരിതപിച്ചത്. ഒരു സംശുദ്ധ രാഷ്ട്രീയത്തിന് വേണ്ടി ഉള്ളിൽ മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സംശുദ്ധ രാഷ്ട്രീയത്തിന് വേണ്ടി നിലകൊണ്ട ഒരു വ്യക്തി എന്നത് മുസ്ലിം ലീഗിൻ്റെ ഉള്ളിലെ കഥകൾ അറിയുന്നവർക്കൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ അവർ അംഗീകരിക്കും എൻ്റെ സ്ഥാനാർത്ഥിത്വം. ലീഗ് പ്രവർത്തകരും അംഗീകരിക്കും എന്നാണോ? അവരുടെ അനുഭാവവും വോട്ടും കാര്യമായി പൊന്നാനിയിലെത്തും എന്നാണോ? തീർച്ചയായും മുസ്ലിം ലീഗിന് കഴിഞ്ഞ തവണ വോട്ട് ചെയ്തിരുന്ന ബഹുഭൂരിപക്ഷം അംഗങ്ങൾക്കും എന്നെ അറിയാം. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ആശയമുണ്ട്, ആ ആശയത്തെ അറിയാം. ആ ആശയം പോയ കാലങ്ങളിൽ വളരെ പിന്നോക്കം ഒരു 10, 30, 40 കൊല്ലമൊക്കെ പിറകോട്ട് പോയിട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ എന്തായിരുന്നു മുസ്ലിം ലീഗ് എന്ന് എല്ലാവർക്കും അറിയാം. അത് പോയി. പക്ഷെ ഞാൻ ആ ലീഗിനെല്ലാം ഇപ്പോഴും കുറ്റം പറയുന്നത്. ലീഗ് സഹോദരങ്ങളെ കുറ്റം പറയില്ല. വളരെ സ്നേഹമുള്ളവരാണ് ലീഗുകാർ. മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ വളരെ നല്ല സ്നേഹം നൽകുന്നവരാണ്. അധികം ആളുകൾ നിഷ്കളങ്കരാണ്. അവർ പാർട്ടിയെ സ്നേഹിക്കുന്നവരാണ്. അവർ പാർട്ടി പ്രവർത്തകരെ പരസ്പരം സ്നേഹിക്കുന്നവരാണ് അവർ. പക്ഷെ അവരൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല. അത് ഇന്ന് വന്നുപെട്ട ഒരു അപച്യുതിയുണ്ട്, ആ മൂല്യച്യുതിയുണ്ട്. അതിനെയാണ് ഞാൻ വിമർശിച്ചിട്ടുള്ളതും അതിനെയാണ് ഇന്നും വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം ഇവിടെ സൂചിപ്പിച്ചല്ലോ, കോൺഗ്രസ് ഇന്ന് സീറ്റ് നേടിയില്ല എന്നൊക്കെ. നേടാൻ കഴിഞ്ഞ ഞാൻ അതിനെക്കുറിച്ച് സത്യത്തിൽ അതിൻ്റെ ഉള്ളിലെ കല്ലുകൾ അറിയുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് ഞാൻ ഇത്തിരി തമാശയോട് കൂടിയാണ് അതൊക്കെ കേട്ടിരിക്കുന്നത്. നേരത്തെ നിങ്ങളെ ചർച്ച കേട്ടുകൊണ്ടിരുന്നിരുന്നത് ഇതൊക്കെ ഒരു അതര വ്യായാമങ്ങളാണ്. അതിലൊന്നും ഒരു കഥയുമില്ല. കഴിഞ്ഞ തവണ പട്ടാമ്പി സീറ്റ്, പാലക്കാട് പാർലമെൻറ്റ് സീറ്റ് ഓപ്പൺ വാക്കൻ്റ് ആയിരുന്നു. കാരണം അതിനു മുമ്പ് അത് വീരേന്ദ്രകുമാറിന് കൊടുത്ത സീറ്റായിരുന്നു. വീരേന്ദ്രകുമാർ ഇടതുപക്ഷത്തേക്ക് പോയപ്പോൾ അത് ആർക്കും ക്ലെയിം ഇല്ലാത്ത ആ സീറ്റിന് ക്ലെയിം ഉണ്ടായിരുന്നില്ല, ഓപ്പൺ ആയിരുന്നു. ആ സമയത്ത് അത് കിട്ടുമായിരുന്നല്ലോ. അത് തരാൻ അന്ന് കോൺഗ്രസും ഏറെക്കുറെ തയ്യാറായിരുന്നു. പക്ഷേ എവിടെയോ ചില അധികാരത്തിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ചില ഏതോ ഇടനാഴികളിൽ ചില ധാരണകളുണ്ടായി. ആ ധാരണയുടെ ഭാഗമായി പാർലമെൻറ്റിലേക്ക് ചില നേതാക്കൾ മത്സരിക്കുന്നു. അവിടെ ചെന്നാൽ ഒരു ബർത്ത് കിട്ടും, ക്യാബിനറ്റിൽ ഒരു ബർത്ത് കിട്ടും എന്ന ധാരണ വന്നപ്പോൾ അന്ന് ലഭ്യമാകാനിരുന്ന പാലക്കാട് സീറ്റിനെ കളഞ്ഞു വിളിച്ചു, ത്യജിച്ചു കളഞ്ഞു. അതായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നീട് പക്ഷേ അവിടെ ഭൂരിപക്ഷം കിട്ടിയില്ല, മന്ത്രിയാവാനും കഴിഞ്ഞില്ല. ഉടൻ രാജിവെച്ച് വന്നിവിടെ കേരളത്തിൽ വീണ്ടും മത്സരിക്കല്ലേ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഇതൊക്കെ ഒരു അതര വ്യായാമങ്ങളാണ് ഈ ചർച്ചയൊക്കെ. ചർച്ചയുടെ അണിയറകളിൽ വേറെ അന്തർനാടകങ്ങൾ വേറെ നടക്കുന്ന അരങ്ങേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ആളുകളെ പ്രവർത്തകരെ പറ്റിക്കാൻ വേണ്ടി മാത്രം ചില ചർച്ചയാണ്. അതായത് ലീഗ് പ്രവർത്തകരെയും പൊതുസമൂഹത്തെയും ഇങ്ങനൊരു ഗൗരവമായ ചർച്ച നടക്കുന്നു എന്ന ഒരു പ്രതീതി സൃഷ്ടിക്കുക. പക്ഷേ തീരുമാനം അതിനു മുൻപ് തന്നെ രൂപപ്പെട്ടിരിക്കുന്നു. ആ തീരുമാനം ഞങ്ങൾക്ക് പഴയ 2 സീറ്റ് തന്നെ എന്നുള്ളതാണ്. അപ്പോൾ ആ രൂപത്തിൽ നടക്കുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ ആ രൂപത്തിൽ എടുക്കപ്പെട്ട തീരുമാനം, അതിനു പിന്നിലെ ഉള്ളുകളികൾ, അണിയറ നീക്കങ്ങൾ, ശ്രീ ഹംസ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വെളിപ്പെടുത്തുക കൂടി ഇക്കാര്യത്തിൽ ചെയ്തിട്ടുണ്ട്. പാലക്കാട് ലോക്സഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ട് ലീഗ് കയ്യിൽ വന്ന സീറ്റ് വേണ്ട എന്ന് വെച്ച ആ സാഹചര്യത്തെക്കുറിച്ച് കൂടിയാണ് ഇപ്പോൾ ശ്രീ ഹംസ വെളിപ്പെടുത്തിയത്. ഇവിടെ ശ്രീ റോണി കെ ബേബി അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, പഴയ ലീഗേ അല്ലാത്ത വിധം ലീഗിനെ ദുർബലപ്പെടുന്നു വെച്ചാൽ ഇപ്പോൾ നമുക്ക് നോക്കിയാലറിയാം, ലീഗിനെ ക്ഷീണിപ്പിക്കുക, വിവിധ ജില്ലകളിലുണ്ടായിരുന്ന നിയമസഭാ സീറ്റുകൾ കാലക്രമത്തിൽ മെല്ലെ മെല്ലെ ഇല്ലാതാക്കുന്ന വിധം കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ള ശൈലി, ലീഗിൻ്റെ അക്കൗണ്ടുകൾ ജില്ലകളിൽ പൂട്ടിച്ച ആ ചരിത്രം കോൺഗ്രസ്സിനുണ്ട് എന്ന അവസ്ഥ നമ്മുടെ മുമ്പിലുണ്ട്. അത് ആകെ പരിശോധിച്ചാൽ അറിയാം. അപ്പോൾ ഇത്തവണ അങ്ങനെ നോക്കിയാൽ ലീഗിന് വളരെ കൃത്യമായി അവകാശപ്പെട്ട 3ാമത്തെ ലോക്സഭാ സീറ്റ് എന്നുള്ള ആവശ്യം ലീഗ് നേതൃത്വത്തിന് വേണ്ട എന്നുള്ളത് വേറെ കാര്യം, അല്ലെങ്കിൽ അവരതിൽ വലിയ കാര്യമായിട്ട് അതിന് വേണ്ടി നിൽക്കുന്നില്ല എന്നുള്ള വേറെ കാര്യം. പക്ഷേ ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു 3ാം ലോക്സഭാ സീറ്റ് എന്നുള്ളതിലേക്ക് പോകാൻ കഴിയാത്ത വിധം കോൺഗ്രസും കരുക്കൾ നീക്കി ലീഗിന് ആ സീറ്റ് നിഷേധിച്ചു എന്ന യാഥാർത്ഥ്യം ഈ തെരഞ്ഞെടുപ്പിലും തെളിഞ്ഞു നിൽക്കുകയാണ്. ശ്രീ റോണി കെ ബേബി, നൂറ്റാണ്ടുകളിലായി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ അവിഭാജ്യ ഘടകമായിട്ട് നിൽക്കുന്ന ഘടകകക്ഷിയാണ് മുസ്ലിം ലീഗ്. ഞങ്ങളുടെ കോൺഗ്രസിന്റെ നേതാക്കൾ, UDF നേതാക്കളൊക്കെ ഏകസ്വരത്തിൽ സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്. തീർച്ചയായിട്ടും ലീഗിന് ഒരു 3ാമത് ഒരു ലോക്സഭാ സീറ്റിനുള്ള അർഹതയുണ്ട്. അത് തീർച്ചയായിട്ടും ഞങ്ങൾ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ദേശീയ സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് അതാണ് ലീഗ് അത് ഉൾക്കൊള്ളുന്നുണ്ട്, ലീഗ് അത് അംഗീകരിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു മുന്നണി സംവിധാനത്തിൽ തീർച്ചയായിട്ടും ഘടകകക്ഷികൾക്ക് കൂടുതൽ സീറ്റുകൾ ചോദിക്കാറുണ്ട്.
ഇടതുപക്ഷത്തും ഉണ്ടല്ലോ. കേരള കോൺഗ്രസ് ഈ പ്രാവശ്യം 2 അല്ലെ 3 സീറ്റ് അവർ ചോദിച്ചിരുന്നു. ഇപ്പോഴത്തെ ദേശീയ സാഹചര്യത്തിൽ ലീഗ് കൂടുതൽ സീറ്റിൽ മത്സരിക്കരുത് എന്നുള്ളതാണോ ആ പറഞ്ഞ ദേശീയ സാഹചര്യം? അല്ല, തീർച്ചയായിട്ടും. കാരണം കോൺഗ്രസ് ശക്തിപ്പെട്ടു നിൽക്കേണ്ടത്. കാരണം ദേശീയ തലത്തില് കോൺഗ്രസ് BJP-യെ നേരിടുവാൻ വേണ്ടി ഇവിടെ പ്രിയപ്പെട്ട ശ്രീ ഹംസ പറയുണ്ടായി. കാരണം BJP-യെ നേരിടുവാനായിട്ട് ഇന്ന് കെൽപ്പുള്ളത് ഇന്ത്യ മുന്നണിക്കാണ്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം ആ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. അത് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ, അല്ലെങ്കിൽ പടിഞ്ഞാറ് ഗുജറാത്ത് മുതൽ അങ്ങ് കിഴക്ക് അരുണാചൽ പ്രദേശ് വരെ ഇന്ത്യ മുന്നണിക്കും ഈ BJP-ക്കും എതിരെയുള്ള പോരാട്ടത്തിൽ ഹിമാചലിലെ അവസ്ഥ അല്ല, ഇന്ത്യയുടെ കിഴക്കൻ സംസ്ഥാനം എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശ് ആണല്ലോ. ഞാനിപ്പോ അരുണാചൽ പ്രദേശ് എന്ന് പറഞ്ഞു വന്നതാണ്. അപ്പോൾ അത് പ്രദേശം എന്നുള്ള വാക്ക് അതിന്റെ അകത്ത് വന്നതുകൊണ്ട് സ്വാഭാവിക ഒരു സ്ലിപ്പ് വന്നതാണ്. അപ്പോൾ കോൺഗ്രസ് ശക്തിപ്പെട്ടു നിൽക്കേണ്ടത്, കോൺഗ്രസ് കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കേണ്ടത് അത് അനിവാര്യമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും അംഗീകരിച്ചിട്ടുണ്ട്. പിന്നെ മുന്നണിയുടെ പേര് UPA എന്നുള്ളതാണ്. അതിൻ്റെ കൺവീനർ സ്ഥാനം കോൺഗ്രസിന് തന്നിട്ടുണ്ട് എന്നതിനപ്പുറത്തേക്ക് ആ മുന്നണിയുടെ ഇന്ത്യ മുന്നണിയുടെ അനിഷേധ്യമായ നേതൃസ്ഥാനവും അതിലെ ഒന്നാം കക്ഷിയും കോൺഗ്രസ് ആണ് എന്ന നിലയിൽ ഏതെങ്കിലും മറ്റ് കക്ഷികൾ അംഗീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ വേറെ കാര്യം. അതങ്ങനെ നിൽക്കട്ടെ. പക്ഷേ ഇതിലൊരു പ്രധാന കാര്യം അദ്ദേഹം പറഞ്ഞല്ലോ, പാലക്കാട് സീറ്റ് കഴിഞ്ഞ തവണ ഓപ്പൺ വേക്കൻ്റ് ആണ്. നമുക്കൊക്കെ ആലോചിച്ചാൽ മനസ്സിലാവും. കറക്റ്റാണ് അദ്ദേഹം പറഞ്ഞത്. ഓപ്പൺ വേക്കൻ്റ് ആയിരുന്നു. അത് കൊടുക്കാമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി. എവിടെ വെച്ചോ അത് അട്ടിമറിക്കപ്പെട്ടു. അതിൽ കോൺഗ്രസിനും റോളുണ്ട്. അതാണ് ഈ സീറ്റ് നിഷേധത്തിൻ്റെ കോൺഗ്രസ് റോള്. ജില്ലകളിൽ ലീഗിൻ്റെ അക്കൗണ്ട് പൂട്ടിച്ച ഒരു ചരിത്രപരമായ ഇടപെടൽ UDF രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് ലീഗിനോട് ചെയ്തിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്. കാരണം അദ്ദേഹം ഒരിക്കലും ഈ പറയുന്ന UDF-ന്റെ സീറ്റ് വിഭജന ചർച്ചകളിൽ പറ്റ ആളല്ലല്ലോ. അത് പുറത്തു വരുന്ന വാർത്തകൾ, അല്ലെ അദ്ദേഹത്തിന് ഉള്ളിൽ നിന്നും ആരെങ്കിലും ഒക്കെ കൊടുക്കുന്ന വാർത്തകൾ, അതല്ലല്ലോ അതിന്റെ ഔദ്യോഗിക വാർത്തകൾ എന്ന് പറയുന്നത്. കാരണം ലീഗിന് ഒരു സംവിധാനമുണ്ട്, കോൺഗ്രസിന് ഒരു സംവിധാനമുണ്ട്. അവിടെ ഇരുന്നാണ് UDF-ന്റെ അന്തിമമായ സീറ്റ് ചർച്ച തീരുമാനിക്കുന്നത്. അപ്പോൾ സീറ്റ് ആഗ്രഹിക്കുന്ന പല ആളുകളും അവരുടെ താല്പര്യങ്ങളെ പറ്റി സംസാരിക്കാറുണ്ട്. പാലക്കാടിനെ സംബന്ധിച്ച് ശ്രീ റോണി എന്ന കോൺഗ്രസ് വക്താവ്, ശ്രീ റോണി കെ ബേബി എന്ന കോൺഗ്രസ് വക്താവ് ശ്രീ ഹംസ താങ്കളുടെ ആ വെളിപ്പെടുത്തൽ നിരാകരിക്കണം. മാത്രമല്ല താങ്കൾക്ക് അതേക്കുറിച്ചൊരു ധാരണയും ഇല്ലാത്തയാളാണ് എന്നുകൂടിയാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു മറുപടി ക്യുക്കായി ശ്രീ റോണി, ഞാൻ വരാം. ശ്രീ ഹംസ. അല്ല, അതിനെക്കുറിച്ച് അതിൻ്റെ സംഘടനാ ചുമതലയുണ്ടായിരുന്ന സെക്രട്ടറി എന്ന നിലയ്ക്ക് എനിക്കറിയുന്നത് പോലെ ഒരു പക്ഷേ മിസ്റ്റർ ജോണിക്ക് അറിഞ്ഞോളന്നില്ലല്ലോ. എന്തായാലും ഞാൻ അദ്ദേഹത്തെ നിഷേധിക്കാം. ഒരു കാര്യം പ്രായോഗികമായി അദ്ദേഹത്തിന് ആലോചിച്ചാൽ അറിയുന്നൊരു കാര്യമുണ്ട്. 25 കൊല്ലം മുമ്പ്, 30 കൊല്ലം മുമ്പ്, 1991 മുമ്പത്തെ കേരള രാഷ്ട്രീയം ഒന്ന് എടുത്തു നോക്കൂ. തിരുവനന്തപുരത്ത് 2 സീറ്റിൽ മത്സരിച്ചിരുന്നു. കൊല്ലത്ത് 3 സീറ്റിൽ ലീഗ് മത്സരിച്ചിരുന്നു. എറണാകുളത്ത് മത്സരിച്ചിരുന്നു. തൃശ്ശൂർ മത്സരിച്ചിരുന്നു. പാലക്കാട് മത്സരിച്ചിരുന്നു. ഇപ്പോൾ അതൊക്കെ പോയി അസംബ്ലിയിലത്തെ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ. ഇപ്പോൾ ഭാരതപ്പുഴയുടെ തെക്ക് നമ്മൾ എത്ര സീറ്റിലാണ് ലീഗ് മത്സരിക്കുന്നത് നോക്കി നോക്കൂ, ഒന്ന് മനസ്സിലാക്കി നോക്കൂ. കിട്ടാത്ത ചില സീറ്റുകൾ മാത്രം. ഗുരുവായൂരിൽ കുറച്ച് ഉണ്ടായിരുന്നു, മത്സരിക്കുന്നുണ്ട് ഇപ്പോഴും തൃശ്ശൂർ ജില്ലയിൽ. പക്ഷേ ആ ഭൂരിപക്ഷം കുറഞ്ഞ് 25,000-30,000 പോയി. അതിൻ്റെ അപ്പുറത്തുള്ളത് തിരുവനന്തപുരത്ത് ഇപ്പോൾ സീറ്റേ മത്സരിക്കുന്നില്ല. 2 സീറ്റിൽ മത്സരിച്ചിരുന്ന MLA-മാരൊക്കെ ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. ഇപ്പോൾ ഒരു സീറ്റിൽ മത്സരിക്കാൻ പോലും സീറ്റില്ല. കൊല്ലത്തായിരുന്നെങ്കിൽ 3 സീറ്റിൽ മത്സരിച്ച സമയം ഉണ്ടായിരുന്നു. ഇരുപൂരം, ചടയമംഗലമൊക്കെ അടക്കം ഒന്നത്തൂരൊക്കെ 3 സീറ്റിൽ ഒരേപോലെ മത്സരിച്ച സമയം ഉണ്ടായിരുന്നു. അതൊക്കെ പോയി ഇപ്പോൾ അവസാനം. അല്ല, ഞാൻ അതൊക്കെ മനസ്സിൽ വെച്ചാണ് അദ്ദേഹത്തോട് ലീഗിന്റെ ജില്ലയിലെ അക്കൗണ്ടുകൾ പൂട്ടിച്ചതിനെ കുറിച്ച് ചോദിച്ചത്. പക്ഷേ അദ്ദേഹം അത് കേൾക്കാത്ത മട്ടിലാണ് ശ്രീ റോണി പോയത്. ഞാൻ ശ്രീ ഹംസയോട് ഒരു ചോദ്യം ഞാൻ വരാം റോണി, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. അദ്ദേഹം പോകുന്നതുകൊണ്ടാണ് ഞാൻ അറോണി ഒരു കാര്യം കൂടി ഞാൻ തന്നെ പോട്ടെ. എനിക്കൊരു അടുത്തൊരു ക്യാമ്പയിനിൽ പോകേണ്ടതുണ്ട്. ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ ഇരുന്നത് മാത്രമേ ഉള്ളൂ. ഒറ്റ കാര്യം കൂടിയാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. മിസ്റ്റർ റോയ് പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ ശരിയായിരിക്കും. ഞാൻ ഈ കാര്യത്തിൽ കോൺഗ്രസിനെ ഒന്നും മുഴുവനായി കുറ്റം പറയാനില്ല. നിന്ന് കൊടുത്തിട്ടാണല്ലോ ഈ സംഭവം ഉണ്ടാകുന്നത്. കോൺഗ്രസുമായിട്ട് ചില അന്തർനാടകങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഓരോന്നും ഓരോ സമയത്ത് ബലി കൊടുത്ത് ഇല്ലാതെയാക്കിയതിൻ്റെ ഉത്തരവാദിത്തം ഇപ്പുറത്തും കൂടി ഉണ്ടല്ലോ. ഞാൻ അതിനകത്ത് വല്ലാതെ കോൺഗ്രസിനൊന്നും കുറ്റം പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് അതിൻ്റെ ആവശ്യങ്ങൾ ചോദിച്ച് മേടിക്കാൻ കഴിവില്ലാത്ത ഒരു നേതൃത്വം ഉണ്ടായെങ്കിൽ മറ്റുള്ളവരെ പറഞ്ഞിട്ട് എന്താ കാര്യം? അല്ല, അപ്പോൾ ശ്രീ ഹംസ, ആ പ്രതിഷേധം പൊന്നാനിയിൽ താങ്കളുടെ വോട്ടായി മാറുമോ? അതെ, ആ പ്രതിഷേധം പൊന്നാനിയിൽ താങ്കൾക്ക് വോട്ടായി മാറുമോ? തീർച്ചയായും. ഇനി മരിച്ചു പിരിഞ്ഞാലല്ലേ
അല്ല ഒരു കാര്യം എല്ലാവർക്കും ചെറുപ്പക്കാരെ ആളുകൾ കാത്തിരിക്കുന്നുണ്ടല്ലോ. ഒരു യുവ പ്രതിനിധികൾ പാർലമെന്റിലേക്ക് എന്ന് കയറാനാണ്? എത്ര കാലം മുമ്പ് തുടങ്ങിയത്? ഒന്ന് നോക്കി നോക്കൂ. ഇവർ തന്നെയല്ലേ മച്ചിപ്പശുക്കളെ തൊഴുത്ത് മാറ്റിക്കെട്ടുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കെട്ടി അവസാനിക്ക് എന്താ കാര്യമുള്ളത്? ഒരു ചെറുപ്പക്കാരനൊരു അവസരം കൊടുത്തോ? യൂത്ത് ലീഗ് ഇവിടെ ഉണ്ടല്ലോ, MSFകാരുണ്ടല്ലോ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിന് കൊടുക്കുന്നു, KSUവിന് കൊടുക്കുന്നു, CPM SFIക്ക് കൊടുക്കുന്നു, DYFIക്ക് കൊടുക്കുന്നു പ്രാതിനിധ്യം. വല്ലപ്പോഴും ഒരു അവസരം ഇവർക്ക് കൊടുത്താലൊന്ന് കയറി വരാൻ കഴിയുള്ളൂ. അത് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അതൊക്കെ പ്രതിഷേധ അണികളിൽ ഉണ്ടല്ലോ. ഈ പ്രതിഷേധത്തെ എത്ര കാലം തടഞ്ഞു നിർത്താൻ കഴിയും? എന്തുകൊണ്ട് എങ്ങനെ തടഞ്ഞു നിർത്താൻ കഴിയും? ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ തന്നെ തിരിഞ്ഞു കുത്തുന്ന സമയം വരാനിരിക്കുകയാണ്. അതുകൊണ്ടാണ് പൊന്നാനി തിരുത്തുമെന്ന് ഞാൻ പറഞ്ഞത്. എന്നൊന്ന് പോകാൻ അനുവദിച്ച വിട്ടിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. പൊന്നാനിയിൽ നിന്നാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി ശ്രീ KS ഹംസ നമ്മളോട് സംസാരിച്ചത്. റോണി, താങ്കളുടെ ഊഴം. അതിനുശേഷം ഞാൻ ശ്രീ ജയചന്ദ്രനിലേക്കും ശ്രീ SK സജീഷിലേക്കും വരാം. നമ്മൾ ഈ പിന്നെ മുസ്ലിം ലീഗിനെ കോൺഗ്രസ് അങ്ങ് വല്ലാണ്ട് സ്നേഹിച്ച് അവരുടെ സീറ്റുകളെല്ലാം പിടിച്ചെടുക്കുന്നു എന്നുള്ള ഒരു ആരോപണം ശരിയല്ല. നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. 2008 മണ്ഡല പുനർനിർണയം ഉണ്ടായത്, ഡീലിമിറ്റേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യുവൻസീസ്. അപ്പം അതിനുശേഷം അത് ഇടതുപക്ഷത്താണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സീറ്റുകൾ വെച്ച് മാറ്റം ഒക്കെ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ 2008 വന്ന ഡീലിമിറ്റേഷന് ശേഷം മലബാർ മേഖലയിൽ സീറ്റുകൾ കൂടി. അതിന് ആനുപാതികമായിട്ട് എന്ത് ചെയ്തു? മുസ്ലിം ലീഗിന് അവിടെ സീറ്റുകൾ കൂടുതൽ നൽകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അല്ലാതെ ഒരിക്കലും കോൺഗ്രസ് ലീഗിനെ ഇല്ലാതാക്കുകയോ അല്ലെങ്കിൽ ലീഗിനെ കൊച്ചാക്കാൻ ശ്രമിക്കുകയോ ഒരിക്കലും ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ഇടതുമുന്നണിയിൽ അവിടെയുള്ള ഘടകകക്ഷികൾക്ക് എത്രമാത്രം ഒരു വല്യേട്ടൻ മനോഭാവമാണ് CPM പുലർത്തുന്നത്. അതുപോലെ ഒരു വല്യേട്ടൻ മനോഭാവം ഒരിക്കലും UDFന്റെ ഭാഗത്ത്, കോൺഗ്രസിന്റെ ഭാഗത്ത് ഒരിക്കലും UDFിൽ ഒരു ഘടകകക്ഷികളോടും പിന്നെ കോൺഗ്രസ് ചെയ്തിട്ടില്ല, ഒരിക്കലും ചെയ്യത്തുമില്ല. അതിന് വളരെ കൃത്യമായി. കാരണം നമ്മൾ ലീഗിന്റെ ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സ് 2007 മുൻപ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മത്സരിച്ച ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സ് തന്നെയാണ് ഇപ്പോഴും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അത് പാർലമെന്റിലാണെങ്കിലും നിയമസഭയിലാണെങ്കിലും. പക്ഷെ അത് പറയുമ്പോൾ റോണി ഒരു കാര്യം ആലോചിക്കണം. മുന്നണിക്കകത്ത് ഏറെക്കുറെ സ്റ്റേബിളായി നിൽക്കുന്ന പാർട്ടി ലീഗ് മാത്രമാണ്. നേരത്തെ ശ്രീ SK സജീഷ് അത് സൂചിപ്പിച്ചു. 2001 AK ആന്റണി മുഖ്യമന്ത്രിയായ ആ കാലത്ത് 2001 കോൺഗ്രസിന് 63 സീറ്റ്, ലീഗിന് 16. 2011 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ സർക്കാരിൻ്റെ കാലത്ത് കോൺഗ്രസിന് 38. ഈ 63 എന്നുള്ളത് 38 കുറഞ്ഞു നിങ്ങളുടെ പാർട്ടിക്ക്. ലീഗാകട്ടെ 16 നിന്ന് 20 വർദ്ധിക്കുകയാണ് ചെയ്തത്. അതേസമയം അന്ന് ലീഗിന് അങ്ങനെ വർദ്ധിച്ചില്ലായിരുന്നെങ്കിൽ ആ സർക്കാർ പോലും അധികാരത്തിൽ വരാത്ത അവസ്ഥയുണ്ടായേനെ എന്നുകൂടി കാണാം. ഇപ്പോഴത്തെ സർക്കാർ നോക്കാം. രണ്ടാം പിണറായി സർക്കാർ 2021 കോൺഗ്രസ് 38 നിന്ന്, മുമ്പ് ഞാൻ പറഞ്ഞ 2011 38 നിന്ന് 21 കുറഞ്ഞു. എന്നാൽ പ്രതിപക്ഷത്തിരിക്കുമ്പോഴും 15 നിൽക്കുകയാണ് ലീഗ്. നിങ്ങൾ തമ്മിൽ വെറും 6 സീറ്റിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ സഭയിൽ, ബലാബലത്തിൽ. പക്ഷേ നിങ്ങൾ ലോക്സഭയിലേക്ക് അതൊന്നും കാലങ്ങളായി പരിഗണിക്കുന്നില്ല. അതൊക്കെ രാഷ്ട്രീയമായി ചർച്ച ചെയ്യുമ്പോൾ ഇതൊക്കെ ഉയർന്നു വരും. വെറും 6 സീറ്റിൻ്റെ വ്യത്യാസം മാത്രം നിയമസഭയിൽ. ലോക്സഭയിൽ 2 സീറ്റ്, സഭയിലില്ലാത്ത RSPക്ക് 1 സീറ്റ്, സഭയിൽ ഒരു MLA മാത്രമുള്ള ജോസഫ് ഗ്രൂപ്പിന് 1 സീറ്റ്. ഇതാണ് നേരത്തെ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു പ്രശ്നം. അതാണ് ഞാനൊരു ഒരു കൃത്യമായ ഒരു ഉദാഹരണം തന്നെ ഞാൻ ചൂണ്ടിക്കാണിച്ചോളൂ. ഇപ്പൊ തമിഴ്നാട്ടിലെ കാര്യം നോക്കുക. തമിഴ്നാട്ടിൽ CPM അവർ കൊടുത്ത പരിഗണന പോലും, സ്റ്റാലിൻ കൊടുത്ത പരിഗണന പോലും നിങ്ങൾ കൊടുക്കുന്നില്ല എന്നാണ്. അല്ല ഈ പ്രാവശ്യം സ്റ്റാലിനല്ലല്ലോ പറഞ്ഞത് DMKക്ക് കോയമ്പത്തൂർ സീറ്റ് ഈ പറയുന്ന CPM നൽകാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞത് പിന്നെ DMK ആണ്. അല്ലാതെ ലീഗിന് അവർക്കുണ്ടായിരുന്ന സീറ്റ് നിലനിർത്തി. മനസ്സിലായില്ല? അതെ, അല്ല, രണ്ടിലിപ്പോ 1 സീറ്റ് നൽകാമെന്നാ പറയുന്നത്. കോയമ്പത്തൂർ സീറ്റ് ഈ പറയുന്ന സിനിമാ പാർട്ടിക്ക് നൽകണമെന്നാണ് DMK ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മുന്നണിയിലേക്ക് പുതിയ പാർട്ടികളൊക്കെ വരുമ്പോൾ പിന്നെ നമ്മൾ റോണി ഞാനൊന്ന് വരാം. താങ്കളിലേക്ക് റീകണക്ട് ചെയ്തെടുക്കുകയും വേണം. ശ്രീ M ജയചന്ദ്രൻ, നേരത്തെ ശ്രീ ഹംസ സ്ഥാനാർത്ഥി നമ്മളുടെ കൂടി ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ കുറച്ചു നേരം അദ്ദേഹവുമായി സംസാരിച്ച്. ഞാൻ അതിനുശേഷം ശ്രീ സജീഷിലേക്കും വരുന്നു. ഇപ്പോൾ നേരത്തെ ഉന്നയിച്ച ഒരു പ്രശ്നമുണ്ട്. ജില്ലകളിൽ അക്കൗണ്ട് പൂട്ടിച്ച ചരിത്രം കോൺഗ്രസിന് ലീഗിൻ്റെ കാര്യത്തിലുണ്ട് എന്നുള്ളത് നേരത്തെ ശ്രീ ഹംസ സൂചിപ്പിച്ചു. അങ്ങനെയല്ല എന്ന് ശ്രീ റോണി വാദിച്ചു. ഞാൻ ശ്രീ M ജയചന്ദ്രൻ്റെ മുമ്പിലേക്ക് വളരെ വേഗത്തിൽ ചില മണ്ഡലങ്ങളൊന്ന് പരിചയപ്പെടുത്തി ഓർമ്മിപ്പിച്ചുകൊണ്ടുവരാം. ഇപ്പോൾ തിരുവനന്തപുരം എടുക്കാം. തിരുവനന്തപുരം വെസ്റ്റ് അസംബ്ലി മണ്ഡലം മുഹമ്മദ് കണ്ണ് ഏറെക്കാലം ലീഗ് MLA ആയിരുന്നു. പിന്നെ മണ്ഡലം ഈ പറഞ്ഞ പോലെ മാറിയപ്പോൾ ലീഗിന് കോൺഗ്രസ് കൊടുത്തത് കഴക്കൂട്ടമാണ്. ഒപ്പം ഒരു കോൺഗ്രസ് റിബലിനെ കൂടി ആ തെരഞ്ഞെടുപ്പിൽ സമ്മാനിച്ചു. ലീഗ് സ്ഥാനാർത്ഥി തോറ്റു. കോൺഗ്രസ് റിബലായിരുന്ന വാഹിദ് കോൺഗ്രസ് MLA. അതോടുകൂടി ആ കഴക്കൂട്ടത്തിലുള്ള ലീഗിൻ്റെ ക്ലെയിം തീർന്നു. ജില്ലയിൽ 1 സീറ്റ് പോലും ഇല്ലാത്ത പാർട്ടിയായി ലീഗ് മാറി. നേരെ നമുക്ക് കൊല്ലത്തേക്ക് പോകാം. PKK ബാവ മത്സരിച്ച് ജയിച്ച ലീഗ് നേതാവ് മത്സരിച്ച് മന്ത്രിയായി വന്നത് കൊല്ലത്തെ ഇരവിപുരത്ത് നിന്നാണ്. 2001 അഹമ്മദ് കബീർ 8 വോട്ടിന് അവിടെ തോറ്റുപോയി. 2006 KM ഷാജി അന്നത്തെ യൂത്ത് ലീഗ് സെക്രട്ടറി ആയിരുന്നു. ഷാജി അവിടെ തോറ്റു.
പിന്നീട് ആ സീറ്റ് കിട്ടിയിട്ടേ ഇല്ലാത്ത അവസ്ഥ. കൊല്ലത്ത് പിന്നീട് നിരന്തരം കോൺഗ്രസ് തോൽക്കുന്ന പുനലൂരാണ് കഴിഞ്ഞ തവണ രണ്ടത്താണി തോറ്റത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ മെല്ലെ മെല്ലെ കൊല്ലത്തേക്കും ഏതാണ്ട് ലീഗ് ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നുണ്ട് എന്ന് കാണാം. അതുപോലെ മട്ടാഞ്ചേരി, എറണാകുളം ജില്ലയാണ് മട്ടാഞ്ചേരി ഇത്തവണ അവിടെ KM ഹംസക്കുഞ്ഞ് ഒരു കാലത്ത് ജയിച്ച് ഡെപ്യൂട്ടി സ്പീക്കർ ആയതാണ്. പിന്നീട് അത് മാറി കളമശ്ശേരി വാങ്ങിച്ചു. ഇപ്പോൾ കളമശ്ശേരിയിലും തോറ്റു. അപ്പോൾ ഗുരുവായൂരിൽ തുടർച്ചയായി ഉണ്ടാകുന്ന സാഹചര്യം, അതുപോലെ തിരുവമ്പാടി, ഗുരുവായൂരും തിരുവമ്പാടിയിലുമൊക്കെ നിരന്തരം കാലുവാരുന്നു എന്ന പ്രശ്നം ലീഗുമായി ബന്ധപ്പെട്ട് അവിടെ നിൽക്കുന്ന സാഹചര്യമുണ്ട്. കൊടുവള്ളിയിൽ മാത്രമായി കോഴിക്കോട് ജില്ലയിൽ ലീഗ് ഒതുങ്ങുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ മുമ്പ് വയനാട് ജില്ലയിൽ മത്സരിച്ചിട്ടുണ്ട്. MSF പ്രസിഡൻ്റായിരുന്ന C മമ്മൂട്ടിയായിരുന്നു കൽപ്പറ്റ മണ്ഡലത്തിൽ മത്സരിച്ചത്. വമ്പൻ ഭൂരിപക്ഷത്തിന് വമ്പൻ വോട്ടുകളുടെ മാർജിനിൽ തോറ്റു. അതോടെ അവിടുത്തെയും അക്കൗണ്ടിൻ്റെ പരിപാടി തീർന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പിലും ഈ പ്രശ്നമുണ്ട്. തൃശ്ശൂർ, കൊല്ലം കോർപ്പറേഷനുകളിൽ പ്രാതിനിധ്യം പോലും ഇല്ലാത്ത അവസ്ഥ. ഏതാണ്ട് എല്ലാം കൂടി തൃശ്ശൂർ മുതൽ ഇങ്ങോട്ട് 8 ജില്ലകളിൽ ഏതാണ്ട് വെറും 70-ൽ താഴെയാണ് ലീഗിൻ്റെ പ്രാതിനിധ്യം. അങ്ങനെ കോൺഗ്രസ് ലീഗിനെ ഒരു മലപ്പുറം പാർട്ടിയാക്കി മുന്നണി, എന്നാൽ ആരും ശ്രദ്ധിക്കാത്ത വിധം അത് വളരെ സ്മൂത്തായി നടന്നു പോകുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കണ്ണൂർ കോർപ്പറേഷൻ സ്ഥാനം നോക്കാം. ആ ഡെപ്യൂട്ടി കണ്ണൂർ കോർപ്പറേഷൻ മേയർ സ്ഥാനം വല്ലാത്ത വാർത്തയായില്ലേ? വൈകിപ്പിച്ച് വല്ലാത്ത വിവാദമായി മുന്നോട്ട് പോയ സാഹചര്യമുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു യഥാർത്ഥ ചരിത്രമുണ്ട്, യാഥാർത്ഥ്യമുണ്ട്, വസ്തുതകളുണ്ട്. അത് വിലയിരുത്തപ്പെടാതെ പോകുന്നുണ്ടോ ശ്രീ ജയചന്ദ്രൻ UDF രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ? UDF രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ സ്ഥലത്തെ ഈ നിയമസഭാ പ്രാതിനിധ്യത്തിന്റെ മാത്രമല്ല നമ്മൾ പറയേണ്ടത് ഈ ചർച്ചയിൽ പ്രത്യേകിച്ചൊന്നും എനിക്ക് തോന്നുന്നു. കാരണം ഈ 52-ലാണല്ലോ ഒന്നാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നത്. അന്ന് 52-ലും പിന്നെ 57-ലും വി പോക്കർ സാഹിബ് ആയിരുന്നു ലീഗിന്റെ ഏക പ്രതിനിധിയായിട്ട് ലോക്സഭയിലേക്ക് ജയിച്ച നേതാവ്, MP. അത് കഴിഞ്ഞ് 62-ൽ 62-ൽ കോൺഗ്രസിന്റെ കൂടെ അല്ല ലീഗ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കൂടെ അല്ല. അതാണ് പിന്നെ ഇപ്പോ നമ്മൾ സംസാരിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ വസ്തുത ഏതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ലീഗ് ഒറ്റയ്ക്ക് മത്സരിക്കുകയാണ് 1962-ലെ 3-ാം പൊതു തെരഞ്ഞെടുപ്പിൽ. ആരാണ്? 3 പേരാണ് പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ ഇലക്ഷനിൽ ലീഗിൽ നിന്ന് മത്സരിക്കുന്നത്. ഒന്ന് ഖായിദെ മില്ലത്ത് സാഹിബ്, 2 സാക്ഷാൽ CH മുഹമ്മദ് കോയ, 3-മതായിട്ട് വരുന്ന KA അലിക്കുഞ്ഞി സാഹിബ്. 3 പേര് ഒരു മുന്നണിയിലും പെടാതെ അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെയും സഖ്യകക്ഷിയാവാതെ ഒറ്റയ്ക്ക് മത്സരിക്കുകയാണ്. അതില് ഖായിദെ മില്ലത്ത് സാഹിബും CH-ഉം വിജയിക്കുകയാണ്. 2 MP-മാര് വിജയിക്കുകയാണ് കോൺഗ്രസിന്, ലീഗിന്. ഓഡിയോ മ്യൂട്ടായി. പിന്നെ ലീഗ് പടിപ്പുറത്താണ്. ഈ വെളിയിൽ കാത്തിരിക്കുകയാണ്. നമ്മളൊക്കെ പറയില്ലേ ഈ വടക്ക് പുറത്ത് കാത്തിരിക്കുക എന്ന് പറയുന്നത് പോലെ വെളിയിൽ കാത്തിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ അർഹത തെളിയിക്കാൻ ഒരു അവസരം കൂടെ തരണം, ഒരു സീറ്റ് കൂടെ തരണം എന്ന് യാചിച്ചുകൊണ്ട്. ഇത്രയും കാലത്തിനിടയ്ക്ക് 2004-ൽ എനിക്കൊന്ന് 13-ാം ലോക്സഭയിൽ മഞ്ചേരിയിൽ KPA മജീദിനെ TK ഹംസ പരാജയപ്പെടുത്തുന്നുണ്ട്. അത് വെച്ച് ബാക്കി എല്ലാ തെരഞ്ഞെടുപ്പുകളിലും 2 MP-മാര് ലീഗിനുണ്ട്, പക്ഷെ 2 MP-മാരേ ഉള്ളൂ. അതാണ് പ്രധാനപ്പെട്ട സംഗതി. ആ 2 MP-മാരെ വെച്ചുകൊണ്ട് പോകുമ്പോഴേക്ക് ലീഗിന്റെ സാധ്യത അതല്ല എന്നറിയാം. അതായത് ഞാൻ സൂചിപ്പിച്ചല്ലോ, മറ്റൊരു കക്ഷികളുടെയും കൂട്ടുപിടിക്കാതെ 1962-ലെ 3-ാം പൊതു തെരഞ്ഞെടുപ്പിൽ 2 MP-മാരെ ജയിപ്പിച്ച ലീഗിന് അന്ന് മുതൽ ഇന്ന് വരെയും ഈ 2 MP-മാർ മാത്രമേ ഉള്ളൂ. ബാക്കി അതിനുശേഷം വന്ന എത്രയോ പാർട്ടികൾക്ക് പിന്നീട് UDF ആയി മാറിയ ഐക്യജനാധിപത്യ മുന്നണി 1982-ലാണ് സംവിധാനം വരുന്നത്. എത്രയോ പാർട്ടികൾക്ക് സീറ്റ് കൊടുത്തിരിക്കുന്നു. ഇപ്പോഴത്തെ സീറ്റ് വിഭജനം എങ്ങനെയാണ്? ഇതൊക്കെ മുമ്പിലുണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട വസ്തുതയായി വളരെ ഗുരുതരമായ ഒരു പ്രശ്നമായി ലീഗിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ കുറെ കാലമായി ഉയർന്നു വന്നിട്ടുള്ളത്. അതിന്റെ ചില സൂചനകളാണ് പൊന്നാനിലെ സ്ഥാനാർത്ഥി ഇതുവരെ ഇവിടെ സംസാരിച്ച ശ്രീ KS ഹംസ നൽകിയതും പാലക്കാട് ഉൾപ്പെടെ. ആ പ്രശ്നങ്ങൾ വളരെ തീവ്രമായി നിൽക്കുന്നതിനൊപ്പമാണ് സമസ്തയുമായി ബന്ധപ്പെട്ട് ഉരുണ്ടുകൂടി വന്ന പുതിയ കുറെ വിഷയങ്ങളുണ്ട്. ഇതൊക്കെ കൂടെ നിൽക്കുമ്പോഴാണ് ലീഗിന് 3-ാം സീറ്റ് ചോദിക്കാതെ നിർവാഹമില്ല എന്നുള്ള ഒരവസ്ഥ വരുന്നത്. ആ അവസ്ഥയ്ക്കാണല്ലോ ഇന്ന് രാവിലെ നമ്മളെല്ലാം പത്രസമ്മേളനം കണ്ടല്ലോ. അത് കണ്ടപ്പോ ആ പത്രസമ്മേളനം കണ്ടു തീർന്നപ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന് സ്ഥലത്തെ നമ്മുടെ കവി സച്ചിദാനന്ദനല്ലോ, കവി K സച്ചിദാനന്ദൻ, അദ്ദേഹത്തിന്റെ പഴയ 2 വരികളാണ്. മുഖം മൂടി നേരെയായി, പക്ഷെ മുഖത്തിന്റെ കാര്യമോ എന്ന് ചോദിച്ചതുപോലാണ് ആ പത്രസമ്മേളനം കണ്ടപ്പോ
എനിക്ക് പെട്ടെന്ന് തോന്നിയ രണ്ട് വരികൾ മനസ്സിൽ വന്ന അതായിരുന്നു. അപ്പൊ ലീഗിന്റെ മുഖം മൂടി നേരെയാക്കി ഇന്നത്തെ കൊണ്ട് പത്രസമ്മേളനം കൊണ്ട് രാവിലെ ലീഗ് പ്രസിഡന്റിന്റെ പത്രസമ്മേളനം കൊണ്ട് ആ മുഖം മൂടിയെല്ലാം നേരെയായി. പക്ഷെ അവരുടെ യഥാർത്ഥ മുഖം എന്ന് പറയുന്നത് ലീഗിന്റെ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് വരുന്ന അണികളാണ്. ആ അണികളുടെ യഥാർത്ഥ മുഖം, ലീഗുമായി ബന്ധപ്പെട്ടുള്ള ആ മുഖം എത്രത്തോളം വികൃതമാക്കുകയാണ് ഈ നേതാക്കൾ ചെയ്തത് എന്ന് ദുസ്വപ്നങ്ങളിലെങ്കിലും ഇവരെ വേട്ടയാടുന്നില്ലെങ്കിൽ എന്ത് രാഷ്ട്രീയമാണ് ലീഗ് കേരളത്തിൽ പയറ്റിക്കൊണ്ടിരിക്കുന്നതെന്ന് പിന്നെ ഈ ഇതുവരെ അന്തം വിട്ട് ചിന്തിച്ചിരുന്ന അണികൾ ഇത്തവണ എതിരായിട്ട് പ്രതികരിക്കും എന്ന് തന്നെയാണ് ശ്രീ കെ എസ് ഹംസ തന്റെ സ്ഥാനാർത്ഥിത്വത്തെ പറ്റി പൊന്നാനിയിൽ താൻ നിൽക്കുന്നതിനെ പറ്റി ഇവിടെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് പെട്ടെന്ന് പോകണമെന്ന് പോയത്. അതുകൊണ്ട് തന്നെയാണ് ഈ സീറ്റ് വെച്ച് മാറേണ്ടി വന്നതും. ഇ.ടി. ഒട്ടും സേഫ് അല്ല അവിടെ നിന്നാൽ, പൊന്നാനിയിൽ നിന്നാൽ എന്നുള്ളത് ഏറ്റവും നന്നായി അറിയുന്ന ഇ.ടിക്ക് തന്നെയാണ്. അത് മറ്റൊരു കാര്യം. നമ്മുടെ ഈ ചർച്ചയുടെ പർവ്വയിൽ അത് വരുന്നില്ലാത്ത കൂടുതൽ ശ്രീ ജയചന്ദ്രൻ, ഞാൻ വരാം. ശ്രീ സജീഷ്, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഏതായാലും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ രൂപീകരണത്തിന് ശേഷം ആ മുന്നണിക്കകത്ത് കോൺഗ്രസ്, ലീഗ് എന്ന രണ്ടാമത്തെ പാർട്ടിയെ വളരെ സ്മൂത്തായി ഓപ്പറേറ്റ് ചെയ്ത് മെല്ലെ മെല്ലെ അക്കൗണ്ട് പൂട്ടിച്ചു പോകുന്നതിൻ്റെ ഒരു ചിത്രം, ഒരു ഓർമ്മപ്പെടുത്തൽ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് വന്ന ഓരോ മണ്ഡലത്തിൻ്റെയും ജയിച്ചു വന്നവരുടെയും ഓരോ ജില്ലയുമായി ബന്ധപ്പെട്ട പശ്ചാത്തലമൊക്കെ കേൾക്കുമ്പോൾ ആ നിലയിൽ കോൺഗ്രസ് ലീഗിനോട് പെരുമാറുന്നത് കുറേ കൂടി ബോധ്യമാകുന്നു. ലോക്സഭയിൽ 3 പേരെ വരെ മത്സരിച്ച് 2 പേരെ ഒറ്റയ്ക്ക് ജയിപ്പിച്ച നിലയിലുള്ള ഒരു ലീഗിൻ്റെ ഇന്നത്തെ ഒരു പരിതാപകരമായ അവസ്ഥ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ശ്രീ ജയചന്ദ്രൻ സൂചിപ്പിക്കുകയും ചെയ്തു. പകരം എന്താണ് ഇത്തവണ? രാജ്യസഭാ സീറ്റ്. രാജ്യസഭാ സീറ്റിൻ്റെ കണക്കുകൾ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ജൂണിൽ വരുന്ന ഒഴിവ് ലീഗിന് കൊടുക്കും. 2027 ലീഗിൻ്റെ പി വി അബ്ദുൽ വഹാബിൻ്റെ സീറ്റ് ഒഴിയുമ്പോൾ അത് കോൺഗ്രസിന് തിരിച്ചു കൊടുക്കണം. ഇതാണ് വ്യവസ്ഥ. ഇതിനിടയിൽ ഒരു ക്ലോസ് ഉണ്ട്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ജയിച്ച് അധികാരത്തിൽ വന്നാൽ ഈ പറഞ്ഞ 2027 സീറ്റ് തിരിച്ചെടുക്കില്ല, ലീഗിന് അതെടുക്കാം. കാരണം UDF അധികാരത്തിൽ വന്നാൽ UDFിനുള്ളിലെ സീറ്റ് ഷെയറിംഗ് രാജ്യസഭ 3-2 എന്ന നിലയിലാണ്. 3 കോൺഗ്രസ്സിന് 2 ലീഗിന് എന്ന നിലയിലാണ്. അപ്പോൾ നോക്കിയാൽ ഏതാണ്ട് ഒരു 2-2.5 വർഷക്കാലത്തേക്ക് മാത്രം കിട്ടുന്ന വളരെ താൽക്കാലികമായിട്ടുള്ളൊരു രാജ്യസഭാ ഓഫറാണ്. അതേസമയം ഇന്നത്തെ ഒരു ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഒരു ഇന്ത്യ മുന്നണിയാണ്, UPA യുമല്ല, ഇന്ത്യ മുന്നണി വരുന്നു. കോൺഗ്രസ് അതിലെ ഒരു പാർട്ട്ണർ മാത്രമാണ്. കോൺഗ്രസിൻ്റെ നയസമീപനങ്ങൾ BJP പ്രതിരോധിക്കുന്നതിൽ വലിയ വിമർശനങ്ങൾ രാജ്യത്താകെയും കേരളത്തിലും വിശേഷിച്ചും ഒക്കെ നേരിടുന്നൊരു ഘട്ടത്തിൽ ലീഗിൻ്റെ സംഘടനാ സ്വാധീനവും അതുപോലെ തന്നെ സഭയിലെ മികവും അല്ലെങ്കിൽ അവരുടെ അംഗത്വത്തിനും അനുസരിച്ച് സീറ്റ് വർദ്ധിപ്പിക്കാൻ കഴിയാതെ വരുന്നു. ആ രാജ്യസഭാ ഓഫർ എന്നുള്ളത് ആ പാർട്ടിക്ക് ജനങ്ങളോടോ അവരുടെ പ്രവർത്തകരോടോ വിശദീകരിച്ച് ബോധ്യപ്പെടുത്താൻ കഴിയുന്നതാണോ? ശ്രീ ശരത്ത്, 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ഒരു പാർട്ടി സ്വീകരിക്കുന്ന നിലപാടുകൾ ആ പാർട്ടി അണികളും ജനങ്ങളും എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. വളരെ ആവേശകരമായിട്ടാണ് ജനങ്ങളാകെ ഓരോ സ്ഥാനാർത്ഥികളെയും സ്വീകരിച്ചത്. അത് ശരത്തുൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർക്കറിയാം. ഓരോ മണ്ഡലത്തിലും അവരാഗ്രഹിക്കുന്ന, ജനങ്ങളും ആ പാർട്ടിയുടെ പ്രവർത്തകരും മുന്നണിയുടെ പ്രവർത്തകരും ആഗ്രഹിക്കുന്ന മികച്ച സ്ഥാനാർത്ഥികൾ വരികയും ആ നിലയിൽ അത് ഒരു പൊതുജന അംഗീകാരമായി മാറുകയും ചെയ്യുന്ന സാഹചര്യം നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പുറത്ത് ലീഗ് സ്വീകരിക്കുന്ന ഈ കോൺഗ്രസിൻ്റെ ഈ നിലപാടിൻ്റെ ഭാഗമായി സ്വീകരിക്കുന്ന കാര്യങ്ങൾ ലീഗിൻ്റെ അണികൾക്ക് അംഗീകരിക്കാൻ വേണ്ടി പറ്റുന്ന കാര്യമാണോ? ഇവിടെ നേരത്തെ ശ്രീ ജയേന്ദ്രനും താങ്കൾ ഉൾപ്പെടെ വിശദീകരിച്ച കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളിലൂടെ തന്നെ ലീഗ് അണികൾക്ക് കാര്യം വ്യക്തമാണ്. തങ്ങൾ എത്രമാത്രം ഒറ്റപ്പെടുന്നു, ഒതുക്കപ്പെടുന്നു എന്നത് വ്യക്തമാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പ്രതിഷേധം രൂപപ്പെട്ടു വരും എന്ന കാര്യത്തിൽ തർക്കമില്ല. മാത്രവുമല്ല, മനസ്സിൽ മുറിവേറ്റവർ നിൽക്കുകയാണല്ലോ ഈ കോൺഗ്രസിനെ എന്തിനാണ് ലീഗ് ഉൾപ്പെടെയുള്ള ആളുകൾ അല്ലെങ്കിൽ മറ്റ് ബഹുജനങ്ങളാകെ മതനിരപേക്ഷതയെ ആഗ്രഹിക്കുന്നവർ, ഇപ്പോൾ ഇന്ത്യ മുന്നണിയെ ആഗ്രഹിക്കുന്നവർ എന്തിനാണ് കേരളത്തിൽ സംരക്ഷിക്കുന്നത് എന്നൊരു ചോദ്യം വരില്ലേ? ആരാണ് ഈ കേരളത്തിൽ കോൺഗ്രസിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്? എനിക്ക് തോന്നിയാൽ ഞാനങ്ങ് BJPയിലേക്ക് പോകും. LDFും UDFും അല്ലാത്ത ഒരു പുതിയൊരു ഓൾട്ടർനേറ്റീവ് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ കെ സുധാകരനല്ലേ ഇവിടെ നയിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ നോക്കൂ, ഈ കെ സുധാകരൻ്റെ കേരളത്തിലെ അവസ്ഥയിൽ നിൽക്കുന്ന കോൺഗ്രസിൻ്റെ, ഇപ്പോൾ ഞാൻ നേരത്തെയുള്ള ഒരുപാട് കാര്യങ്ങൾ സൂചിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. കഴിഞ്ഞ 1-2 ദിവസത്തെ അനുഭവങ്ങൾ തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കൂ. അസാമിലെ കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡന്റ് അദ്ദേഹം രാജിവെച്ച് BJPയിലേക്ക് പോയിരിക്കുന്നു. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെ കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡന്റ് രാജിവെച്ച് BJPയിലേക്ക് പോയിരിക്കുന്നു. ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡന്റും
അദ്ദേഹം മുൻ യൂത്ത് കോൺഗ്രസിൻ്റെ അവിടുത്തെ സംസ്ഥാന പ്രസിഡന്റും ദീർഘകാല MLA ഒക്കെ ആയിരുന്ന ആളാണ് രാജിവെച്ച് പോയിരിക്കുന്നത്. അതായത് സുധാകരനെ പോലെ കേരളത്തിലെ പ്രസിഡൻ്റായി നിൽക്കുന്ന മറ്റ് പറഞ്ഞ സംസ്ഥാനങ്ങളിലെ വർക്കിംഗ് പ്രസിഡൻ്റായി പ്രവർത്തിക്കുന്ന ആളുകളാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മൂർധന്യാവസ്ഥയിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാജിവെച്ച് പോയിരിക്കുന്നത്. ഹിമാചൽ പ്രദേശിലെ അനുഭവം നേരത്തെ ശ്രീ റോണി ഇവിടെ പരാമർശിക്കാൻ വേണ്ടി തയ്യാറായില്ല. അദ്ദേഹം ഇങ്ങനെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ എന്നെല്ലാം പറഞ്ഞു വരുമ്പോൾ താങ്കൾ ചോദിച്ചു അവിടെ ഹിമാചൽ എന്ന് പറയുന്നില്ലേ. ഹിമാചൽ എന്ന് പറയാത്തതിൻ്റെ കാരണം എന്ത് എന്ന് നമുക്കറിയാമല്ലോ. അപ്പുറത്ത് അദ്ദേഹം ഞാൻ ഹിമാചൽ അല്ല അതിൻ്റെ അപ്പുറത്തുള്ള അരുണാചൽ പ്രദേശിനെ കുറിച്ചാണ് പറയുന്നതെന്ന് പറഞ്ഞു. എനിക്കത് കേട്ടപ്പോൾ ചിരിയാണ് തോന്നിയത്. കാരണം ഹിമാചലിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ 6 MLA മാർ കൂറുമാറിയിട്ട് കോൺഗ്രസിൻ്റെ തന്നെ പ്രമുഖ നേതാവായിട്ടുള്ള പ്രമുഖ നേതാവിനെ ഇപ്പോൾ രാജ്യസഭയിൽ തോൽപ്പിച്ചിരിക്കുകയാണ്. മനു അഭിഷേക് സിംഗ്വിയെ തോൽപ്പിച്ചിരിക്കുകയാണെന്ന് നമുക്ക് കാണാം. അതായത് MLA മാർ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഒരു MPയെ രാജ്യസഭാ MPയെ കോൺഗ്രസിന് BJPക്ക് കൂടുതലുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ MLA മാർ. അതുകൊണ്ടാണ് അദ്ദേഹം ഹിമാചലിനെ കുറിച്ച് മിണ്ടാഞ്ഞത്. പക്ഷേ ഹിമാചലിനെ കുറിച്ച് പറയുന്നത് അതിൻ്റെ അപ്പുറം അരുണാചൽ പ്രദേശ് ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. പ്രിയപ്പെട്ട സുഹൃത്തെ, അരുണാചൽ പ്രദേശിലെ അനുഭവം താങ്കൾക്കറിയാമോ? അവിടെ 60 അംഗ നിയമസഭയിൽ 43 കോൺഗ്രസിൻ്റെ MLA മാരുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെ മുഴുവൻ ആളുകളും BJPയിലേക്ക് പോയിട്ടാണ് ഇപ്പോൾ പ്രേമകണ്ഠു എന്ന് പറയുന്ന നിങ്ങളുടെ നേതാവ് BJPയുടെ മുഖ്യമന്ത്രിയായിരിക്കുന്നത്. അതായത് മുഴുവൻ MLA മാരും മുഖ്യമന്ത്രിയും ഉൾപ്പെടെ മന്ത്രിമാരും ഉൾപ്പെടെ എല്ലാവരും BJPയിലേക്ക് പോയ സ്ഥലത്തെയാണ് ഇപ്പോൾ ഒരു രാജ്യസഭാ സീറ്റ് ഈ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ച ഹിമാചലിനെ മാറ്റി നിർത്തി താങ്കൾ ഉദാഹരണമായി പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് കോൺഗ്രസിനെ വിശ്വസിക്കേണ്ടത് ഈ തെരഞ്ഞെടുപ്പിൽ എന്ന ചോദ്യം കൂടിയുണ്ട്. പിന്നെ ഇന്ത്യ എന്ന് പറയുന്ന വിശാലമായ മുന്നണി, ആ വിശാലമായ മുന്നണി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള മുന്നണിയല്ല. ഓരോ സംസ്ഥാനത്തും ശക്തമായ നിലപാട് സ്വീകരിച്ച് BJPയെ തോൽപ്പിക്കാൻ കഴിയുന്ന ഒരു സംവിധാനത്തെ രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ ഉത്തർപ്രദേശ് ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലങ്ങളിലുള്ള ഉത്തർപ്രദേശിൽ ഞങ്ങളാണ് എന്ന് പറയുന്ന ഈ വീരവാദമാണോ വേണ്ടത്? അതല്ല, അവിടെ സമാജ്വാദി പാർട്ടി ഉൾപ്പെടെ BJPയെ തോൽപ്പിക്കാൻ കഴിയുന്ന ഇന്ത്യ മുന്നണിയിലെ ശക്തിയാണോ വരേണ്ടത്? ബീഹാറിൽ ആരാണ് വരേണ്ടത്? ഇങ്ങനെ ഓരോ സംസ്ഥാനങ്ങളിലുമില്ലേ. തമിഴ്നാട്ടിൽ ആരാണ് വരേണ്ടത്? ആന്ധ്രയിൽ ആരാണ്? തെലങ്കാനയിൽ ആരാണ്? ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ പരിശോധിച്ചാലും അവിടെയെല്ലാം BJPയെ എതിർക്കുന്ന ശക്തികളുണ്ട്. BJPയെ തോൽപ്പിക്കാൻ കഴിയുന്ന ശക്തികളുണ്ട്. ആ ശക്തികൾക്ക് ഊർജം പകരുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇന്ത്യ മുന്നണിയുടെ ലക്ഷ്യം. ആ ലക്ഷ്യം കേരളത്തിൽ ആരാണ് നിർവഹിക്കുന്നത്? ആ ലക്ഷ്യം നിർവഹിക്കുന്നത് ഇവിടെ എനിക്ക് തോന്നിയാൽ ഞാനങ്ങ് BJPയിൽ പോകുമെന്ന് പറയുന്ന കെ സുധാകരൻ്റെയോ അല്ലെങ്കിൽ ഇവിടുത്തെ ശ്രീ VD സതീശൻ എന്ന് പറയുന്ന ഗോൾവാൾക്കറിന് മുന്നിൽ വിളക്ക് കത്തിച്ചു കൊടുക്കുന്ന ആളുകളുടെയോ കോൺഗ്രസ് അല്ല. പകരം ശക്തമായ നിലപാട് സ്വീകരിക്കുക. ആ നിലപാടിൻ്റെ ഭാഗമായി ഏറ്റവും കരുത്തുറ്റ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരു ബദൽ ശബ്ദം ഉയർത്താൻ വേണ്ടി കഴിയുന്ന ഒരു സംവിധാനം രൂപപ്പെടുക. അതിനുള്ള സ്ഥാനാർത്ഥികളുമായി ഇടതുപക്ഷം മുന്നോട്ട് പോവുകയാണ്. ഏതാണ്ട് 1ാം UPA ഗവൺമെൻറ് കാലം മുതൽ കാലത്തെ അനുസ്മരിപ്പിക്കുന്ന നിലയിൽ ഈ തെരഞ്ഞെടുപ്പ് മാറുകയാണ്. ആ തെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നു ലക്ഷ്യം? ആ തെരഞ്ഞെടുപ്പിലെ ലക്ഷ്യം കൃത്യമായി BJP അധികാരത്തിൽ വരുന്നതിൽ തടയുക. ആ തടയലിൽ വലിയ പങ്ക് ഇടതുപക്ഷം വഹിച്ചു. അന്ന് ഇടതുപക്ഷത്തിന് 63ഓളം സീറ്റുകൾ, CPIM-ന് ഇന്ന് ഇന്ത്യൻ പാർലമെൻറ്റിൽ കോൺഗ്രസിനുള്ള അത്ര സീറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് 2 ഗുണമുണ്ടായിരുന്നു. ഒന്ന്, BJPയെ തോൽപ്പിച്ചു എന്ന് മാത്രമല്ല, BJPയും കോൺഗ്രസും തുടരുന്ന നവോത്ഥാനവൽക്കരണ നയങ്ങളും ജനവിരുദ്ധമായ കർഷകർക്കെതിരായിട്ടുള്ള, തൊഴിലാളികൾക്കെതിരായിട്ടുള്ള, ജനങ്ങൾക്കെതിരായ നയങ്ങൾ കൂടി തിരുത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു. തൊഴിലുറപ്പ് പദ്ധതി പോലെയുള്ള കാര്യങ്ങളൊക്കെ രാജ്യത്ത് പൊതുവിനിമയ പരിപാടിയിലൂടെ നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞു. ഇങ്ങനെ 2 വശമുണ്ട് BJP ഗവൺമെൻറ്. ഒരു വശത്ത് വർഗീയപരമായി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന, ഇന്ത്യൻ ഭരണഘടനയെ ഇല്ലാതാക്കുന്ന, മതനിരപേക്ഷത തകർക്കുന്ന, ജനാധിപത്യം ഇല്ലാതാക്കുന്ന ഒരു മുഖമുണ്ട്. രണ്ടാമത്തെ മുഖം എന്ന് പറയുന്നത് ഇന്ത്യയെ മുച്ചൂട് മുടിക്കുന്ന, വിറ്റു തുരക്കുന്ന BJPയുടെ നയമാണ്. ആ നയം എന്ന് പറയുന്നത് കോൺഗ്രസിന് കൂടി പങ്കുള്ളൊരു നയമാണ്. ഈ നയം കൂടി തിരുത്തിക്കേണ്ടതുണ്ട്. രാജ്യത്ത് സമരം ചെയ്യുന്ന കർഷകരുണ്ട്, തൊഴിലാളികളുണ്ട്. അവരുടെ ജീവിതം കൂടി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഈ തെരഞ്ഞെടുപ്പിനുണ്ട്. അപ്പോൾ സ്വാഭാവികമായും പാർലമെൻറ്റിൽ ഇത്തരം ശബ്ദമൊക്കെ ഉയരേണ്ടതുണ്ട്. ആ ശബ്ദമെല്ലാം ഉയർത്താൻ കരുത്തുള്ളവരെ ഇടതുപക്ഷം കേരളത്തിൽ നിന്ന് ഒരു ബദൽ ഉയർത്തുന്ന, രാജ്യത്തിനാകെ മാതൃകയായ കേരളം, ആ കേരളം ഉയർത്തുകയാണ് ഇടതുപക്ഷത്തിലൂടെ. അത് ജനങ്ങൾ തിരിച്ചറിയും. അതിൻ്റെ ആവേശകരമായ അനുഭവം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ തുടക്കഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ശരി റോണി, ഇത് 2 സാഹചര്യങ്ങളുണ്ട്. ഒന്ന്,
കോൺഗ്രസിൻ്റെ ഈ സമീപനങ്ങളാകെ കൊണ്ടും അത് വെറുതെ പറഞ്ഞു പോയതല്ല, ചരിത്രപരമായി തന്നെ ഓരോ ജില്ലകളിലും താങ്കൾ പറഞ്ഞതിൻ്റെ തുടർച്ചയിൽ തന്നെയാണ്. ചരിത്രപരമായി ജില്ലകളിലെ ലീഗിൻ്റെ അക്കൗണ്ട്, യു ഡി എഫിലെ പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയുടെ അക്കൗണ്ട് നാൾക്കുനാൾ എങ്ങനെയാണ് ഇല്ലാതായി പോയത് എന്നതിൻ്റെ നിയമസഭാ വിവരങ്ങൾ വെച്ചാണ് സംസാരിച്ചത്. ലോക്സഭയുടെ കാര്യങ്ങൾ ശ്രീ ജയചന്ദ്രനും സൂചിപ്പിച്ചു. മൂന്ന് പേര് വരെ മത്സരിച്ച ചരിത്രം കേരളത്തിൽ ലീഗിനുണ്ട്. യു ഡി എഫിൻ്റെ ഭാഗമായതോടെ അത് തീർന്നു. ഈ രണ്ട് സാഹചര്യങ്ങൾ, ഇങ്ങനെ ഈ ഒരു വിവേചനം, ഈ തിരസ്കരണം എന്നത് ലീഗ് നേതൃത്വത്തിനൊരു പ്രശ്നമായിരിക്കില്ല. പക്ഷേ ലീഗ് അണികളിൽ കുറേ കൂടി ശക്തമായി വിവരങ്ങൾ എത്തുന്ന ഈ കാലത്ത് വലിയ അമർഷത്തിൻ്റെയും പ്രതിഷേധ വോട്ടിൻ്റെയും ഒരു പ്രതിബന്ധത്തെ നേരിടാൻ ഇടവരുത്തുന്നതാണ് ലീഗ്. പ്രത്യേകിച്ച് പൊന്നാനിയിൽ അദ്ദേഹം മാറുക പോലും ചെയ്യുന്നു. സിറ്റിംഗ് എം പി മാറുന്ന സാഹചര്യം വരുന്നു. അപ്പോൾ മലപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ ഏറ്റവും ശക്തമായ, നേരത്തെ സജീഷ് പറഞ്ഞ പോലെ വസീഫിൻ്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രചാരണം അവിടെ ആരംഭിച്ചിരിക്കുന്നു. മറുഭാഗത്ത് റോണി ഒരു പ്രശ്നം, ഇപ്പോൾ കേരളത്തിൽ ഈ പറഞ്ഞ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി BJP പ്രതിരോധിക്കുന്നതിലെ നിസ്സംശയം, യാതൊരു സംശയവും വേണ്ട, ഒന്നാമത്തെ പേരുകാർ അത് ഇടതുപക്ഷം തന്നെയാണ്. അത് നിങ്ങൾക്ക് ഒരു തിരിച്ചടി, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യമാണ്. ഇനി 2004 നോക്കൂ. 2004 കേരളത്തിൽ കോൺഗ്രസിന് സീറ്റ് ഒന്നും ലഭിച്ചില്ല. പക്ഷേ എന്നിട്ടും രാജ്യത്ത് UPA സർക്കാർ അധികാരത്തിൽ വന്നു. അപ്പോൾ കേരളത്തിൽ കോൺഗ്രസ് ജയിച്ചാൽ മാത്രമേ രാജ്യത്തൊരു BJP ബദൽ ഉണ്ടാകൂ എന്ന കോൺഗ്രസിൻ്റെ പ്രചാരണത്തിനും ഒന്നും വലിയ ആയുസൊന്നുമില്ല. കാരണം കേരളത്തിൽ അമ്പയെ പരാജയപ്പെട്ടിട്ടും രാജ്യത്ത് BJP ഇതര UPA സർക്കാർ അധികാരത്തിൽ വന്ന അനുഭവമാണ് 2004-ൻ്റേത്. അപ്പോൾ കേരളത്തിൽ കോൺഗ്രസ് ജയിച്ചേ മതിയാകൂ എന്നൊരു അവസ്ഥ ഈ തെരഞ്ഞെടുപ്പിലില്ല. ഈ പ്രിയപ്പെട്ട ശരത്ത്, ഞാൻ ശരത്ത് ചോദിച്ച ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് സജീഷ് പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് ഞാൻ മറുപടി, എനിക്ക് ഇച്ചിരി ഒരു 2-3 മിനിറ്റ് സമയം തരണം. അപ്പോൾ ഇവിടെ സജീഷ് പറയുന്നു കോൺഗ്രസിന്റെ MLA-മാരൊക്കെ BJP-യിലേക്ക് പോകുന്നു. ഏതൊക്കെയാലും CPM-ന്റെ ഓഫീസ് തന്നെ BJP ആയി മാറിയ ഒരവസ്ഥ കോൺഗ്രസിന് ഉണ്ടായിട്ടില്ല. ബംഗാളിൽ എത്രയോ CPM-ന്റെ ഓഫീസുകളാണ് നേരിട്ട് 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ അവയെല്ലാം നേരെ BJP-യുടെ ഓഫീസായി. ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസിന്റെ MLA-മാര് BJP-ക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ തന്നെ കർണാടകയിൽ BJP-യുടെ MLA-മാര് കോൺഗ്രസിനെ സഹായിച്ച് കോൺഗ്രസിന്റെ രാജ്യസഭാംഗം അവിടെ ജയിച്ചിട്ടുണ്ട് കർണാടകയിൽ. അപ്പോൾ ഉത്തരേന്ത്യയില് അതുപോലെ തന്നെ ഇപ്പൊ പറയുന്നു കോൺഗ്രസിൽ നിന്ന് പല ആളുകൾ BJP-യിലേക്ക് പോയിട്ടുണ്ട്. എത്രയോ ആളുകൾ തിരിച്ചു കോൺഗ്രസിലേക്ക് വന്നു. BSP-യുടെ 2 MP-മാരാണ് ഉത്തർപ്രദേശിൽ രാഹുൽ ഗാന്ധിയുടെ ഈ ഭാരത് ജോഡോ ന്യായയാത്രക്കൊപ്പം. ഡാനിഷ് അലി അവിടുത്തെ ഒരു ന്യൂനപക്ഷ മുഖമാണ്, ന്യൂനപക്ഷ മുഖം ഉൾപ്പെടെ അവിടെ ഈ പറയുന്ന. റോണിയോടൊരു ചോദ്യം എന്താണ്? അല്ല, ഞാൻ ചോദിച്ചത് പരസ്പര സഹായ സഹകരണ സംഘമായിട്ട് BJP-യെ സഹായിക്കുകയാണോ രാജ്യത്തുടനീളം കോൺഗ്രസ് എന്നാണോ പറഞ്ഞു വരുന്നത്? അങ്ങോട്ട് പോകുന്നു, വരുന്നു. ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നതുമായിട്ടാണോ നിങ്ങളുടെ മനു അഭിഷേക് സിംഗ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവിനെ കോൺഗ്രസ് MLA-മാർ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ തോൽപ്പിച്ചതിനെ നിങ്ങൾ ഉദാഹരിക്കുന്നത്? അത്ഭുതപ്പെടുത്തുകയാണ്. ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിലെ BJP-യുടെ മണി പവർ നിങ്ങളുടെ കോൺഗ്രസിന്റെ MLA-മാർ ഈ തെരഞ്ഞെടുപ്പ് BJP-ക്ക് ഒരു MP ഉണ്ടാക്കി കൊടുത്തതല്ലേ നിങ്ങൾ? BJP-ആയി മാറുകയും അതാണ് ത്രിപുരയിൽ BJP-യുടെ വളർച്ചയ്ക്ക് ആധാരമായത്. ശിവദാസ് മേനോൻ ത്രിപുരയിലെ MP-മാരെ എടുക്കും. CPM-ന്റെ ഏറ്റവും മുതിർന്ന നേതാവായിരുന്നു ശിവദാസ് മേനോൻ. അദ്ദേഹം BJP-യിൽ പോയില്ലേ? നിങ്ങൾ വലിയൊരു നേതാവായിരുന്നില്ല, CPM-ന്റെ വലിയ നേതാവായിരുന്നില്ല ശിവദാസ് മേനോൻ. അപ്പോൾ ഏത് ശിവദാസ മേനോൻ താങ്കൾക്ക് എന്താണോ മാനസിക നില തെറ്റിയോ? ഏത് ശിവദാസ മേനോൻ താങ്കൾക്ക് എന്താ മാനസിക നില തെറ്റിയോ? ഞാൻ വേണമെങ്കിൽ കുറച്ച് ഉദാഹരണം അങ്ങോട്ട് പറഞ്ഞുതരാം. അങ്ങനെ തർക്കിക്കേണ്ട കാര്യമില്ല. റോണി, പ്രശ്നം എന്താണ്? ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട കേസ് എടുത്ത് വെച്ചിട്ട് രാജ്യത്താകെ കോൺഗ്രസ് BJP വൽക്കരിക്കുന്നതിനെ ഇക്വിറ്റ് ചെയ്യാൻ കഴിയില്ല. അത് ദുർബലമായ വാദമാണ്. ആയിക്കോട്ടെ, കുഴപ്പമില്ല. നിങ്ങളുടെ കോൺഗ്രസ്സുകാരല്ല ഈ പറയുന്ന CPM പ്രചരിപ്പിക്കുന്ന ഒരു തന്ത്രമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ബംഗാളിൽ അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ അരുണാചൽ പ്രദേശിൽ എന്താ സംഭവിച്ചത് അതുകൂടി പറയും. അല്ല, അത് നമുക്ക് വളരെ കൃത്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ അരുണാചൽ പ്രദേശിന്റെ കാര്യം താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? BJP-യുടെ വേട്ട നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അരുണാചൽ പ്രദേശ് അംഗീകരിക്കുന്നുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ അതിലേക്ക് വരുന്നത്. BJP-യുടെ ഒരു സാമ്പത്തിക ഓഫറിന്റെ മുന്നിലും CPM ഇരയായിട്ടില്ല. CPM-ഓ മറ്റിന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളോ ഇരയായിട്ടില്ല. വേണമെങ്കിൽ ഞാൻ അതിന്റെ കണക്ക് മുന്നിൽ വെക്കാം.
അല്ല ഞാൻ ചോട്ടെ താങ്കൾ അനുവദിക്കുകയാണെങ്കിൽ അത് രസകരമായി വന്നതാണ്. ഈ ഇലക്ട്രൽ ബോണ്ടിലൂടെ BJP സമാഹരിച്ച കോടികളിൽ ഒരു വലിയ വിഭാഗം പോയത് കോൺഗ്രസുകാരിലേക്കാണ് എന്ന് പറഞ്ഞാൽ അവരെ BJP-കാരാക്കാൻ എന്ന മട്ടിൽ നല്ല നിരീക്ഷണങ്ങൾ വന്നിട്ടുണ്ട്. 33 വർഷം CPM ഭരിച്ച ബംഗാളിൽ നിങ്ങളുടെ പാർട്ടി അടമുടം എങ്ങോട്ട് പോയി? BJP-യിലേക്ക് പോയില്ലേ? ത്രിപുരയിൽ ഉൾപ്പെടെ BJP വളർന്നത് CPM-ന്റെ തകർച്ചയിൽ തന്നെ. അല്ല, അതിന്റെ മുമ്പ് ഭരിച്ച ആരായിരുന്നു? മണിപ്പൂറും അല്ല ഞാൻ പറഞ്ഞത്. അതിന്റെ മുമ്പ് ഭരിച്ച നിങ്ങളല്ലേ സുഹൃത്തെ? അതിന്റെ മുമ്പ് ഭരിച്ച കോൺഗ്രസിന്റെ അവസ്ഥ എന്താ? അതുകൂടി പറയേ. 33 വർഷത്തിന് മുമ്പ് ബംഗാൾ ഭരിച്ച കോൺഗ്രസ് അല്ലേ? നിങ്ങൾ എത്ര വർഷമാണ് പുറകോട്ട് പോയത്? BJP വരുന്നതിന് മുമ്പ് ഭരിച്ചത് പക്ഷേ റോണി അതിൽ പെശകുണ്ട്. ത്രിപുരയിലെ വോട്ടിംഗ് ശതമാനം നോക്കിയാൽ BJP-യുടെ MLA-മാരാരാ? അത് നിലനിർത്തുമ്പോഴും നാമാവശേഷമായത് ത്രിപുരയിൽ ആ വോട്ട് ഷെയർ ആണ് BJP ആയി മാറിയത്. അതിൽ തർക്കം നിൽക്കണ്ട. അതിനൊക്കെ അപ്പുറമാണ് ഇപ്പോ കോൺഗ്രസിന്റെ പരിതാപകരമായ അവസ്ഥ. നിങ്ങൾ നേരിടുന്ന ഒരു ദേശീയ തലത്തിലെ വളരെ അപകടകരമായ പശ്ചാത്തലത്തെ ഈ താരതമ്യം കൂടി പറയാം. ഒരു അവസരം BJP-യിലേക്ക് പോകുന്നത് പറയുമ്പോൾ ഒറ്റ അവസരം തന്നാൽ ഞാനൊരു കണക്ക് പറയാം. റോണിക്ക് വേണ്ടി ഒരു കണക്ക് പറയാം. ഒറ്റ അവസരം. കൂടുതൽ സമയം വേണ്ട. വേഗം ഒറ്റ കണക്ക് ഞാൻ പറയാം. അതായത് റോണി, വേഗം, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അതായത് നാഷണൽ ഡെമോക്രാറ്റിക് ഇലക്ഷൻ വാച്ചിന്റെ കണക്ക് പ്രകാരം കോൺഗ്രസിന്റെ 35.6% MLA-മാരും MP-മാരും BJP-യിലേക്ക് പോയി. അതുപോലെ തന്നെ 20% കാൻഡിഡേറ്റും BJP-യിലേക്ക് പോയി. ഇങ്ങനെ BJP-യിലേക്ക് ഒഴുകിയത് അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലേക്ക് ഒഴുകിയതിൻ്റെ രണ്ടാം സ്ഥാനം എന്ന് പറയുന്നത് BSP-ക്കാണ്. BSP 0.5% എന്ന് പറഞ്ഞാൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന BSP-യേക്കാൾ എത്രയോ 35.6% കോൺഗ്രസിന്റെ സ്ഥാനം എന്ന് പറയുന്നത്. മറ്റേത് ഇന്ത്യൻ രാഷ്ട്രീയ പാർട്ടി എടുത്താലും 1-ൽ താഴെ ശതമാനം മാത്രമേ വരുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ 3-1 ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനതല്ലേ പറഞ്ഞത്. കേരളത്തിലെ കേസുദാഖലായിട്ടുള്ള പദവി വഹിക്കുന്ന മഹാരാഷ്ട്ര, ഹിമാചൽ പ്രദേശ്, ആസാം എല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലാണ് പ്രസിഡന്റുമാർ പോയത്, വർക്കിംഗ് പ്രസിഡന്റുമാർ പോയത്. താങ്കൾ പറഞ്ഞ അരുണാചൽ പ്രദേശിൽ മുഖ്യമന്ത്രിയും മുഴുവൻ മന്ത്രിമാരും മുഴുവൻ MLA-മാരുമാണ് പോയത്. ഇങ്ങനെയൊക്കെ അത്ഭുതം വേറെ ഏതെങ്കിലും പാർട്ടിയിൽ ഒറീസയിൽ മുൻ മുഖ്യമന്ത്രി ഗിരിറാം ഗോമങ്ക് അദ്ദേഹം കോൺഗ്രസിലേക്ക് തിരിച്ചു വന്നതായി പ്രിയ സതീഷ് കാണുന്നില്ലേ? അല്ലെ അതുപോലെ തന്നെ ത്രിപുരയിൽ ഇന്നലത്തെ പത്രം നോക്ക്, ത്രിപുരയിൽ മുൻ കോൺഗ്രസിൽ വർക്കിംഗ് പ്രസിഡന്റ് തിരിച്ചു കോൺഗ്രസിലേക്ക് വന്നു. ഉത്തർപ്രദേശിൽ BSP-യിലെ 2 MP-മാർ ദാനിഷ് അലി ഉൾപ്പെടെയുള്ള, ദാനിഷ് അലി SP-യിലേക്കല്ല പോയത്, സമാജ്വാദി പാർട്ടിയിലേക്കോ മറ്റൊരു പാർട്ടിയിലേക്കല്ല പോയത്, അദ്ദേഹം വന്നത് കോൺഗ്രസിലേക്കാണ്. അപ്പോൾ ഈ പറയുന്ന കോൺഗ്രസിൽ ഇപ്പം ഏതെങ്കിലും കോൺഗ്രസിൽ 35% പേര് പോയെന്ന് പറയുന്നു. CPM-ന്റെ ആരും പോകാനില്ലാത്തതിന് ഞങ്ങളൊന്നും ചെയ്തിട്ട് കാര്യമില്ലല്ലോ. CPM-ന്റെ പോകാവുന്ന മൊത്തം ത്രിപുരയിലും ബംഗാളിലും ഉള്ളത് ഈ പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ BJP തെളിവല്ലേ? മഹാരാഷ്ട്രയിൽ നിങ്ങൾ റിസോർട്ടിൽ പോകുമ്പോൾ CPM-ന്റെ MLA സൈക്കിൾ ചവിട്ട് പാർലമെന്റിലേക്ക് പോയത്. ഈ വന്നതും പോയതിന്റെയും കണക്ക് നോക്കിയാൽ പോയ ആളുകൾ കോൺഗ്രസ് എന്ന പാർട്ടിയെ സംഘടനാപരമായും ഭരണമില്ലാതാക്കും വിധം സർക്കാരുകളെയും കൂട്ടി BJP-യിലേക്ക് പോയപ്പോൾ ഉണ്ടാക്കിയ ആഘാതത്തിൻ്റെ മുൻപിൽ തിരിച്ചു വന്നു എന്ന് പറയുന്ന നാമമാത്രമായ പേരുകൾ കോൺഗ്രസിനുണ്ടാക്കിയ ആഘാതത്തിന് ഒരു പരിഹാരവും ആയി മാറുന്നില്ല. അത്ര വലിയ ഒരു പ്രശ്നം കോൺഗ്രസ് ദേശീയ തലത്തിൽ ഈ കാര്യത്തിൽ നേരിടുന്നുണ്ട് എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അതിൻ്റെ നടുവിൽ നിന്നുകൊണ്ടാണ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുകയും ചെയ്യുന്നത്. ശ്രീ ജയചന്ദ്രൻ ഇക്കാര്യത്തിൽ ദേശീയതലത്തിലെ സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ നിൽക്കുന്ന കോൺഗ്രസ് കേരളത്തിൽ ലീഗിന് 3-ാം സീറ്റ് പതിവ് പോലെ നിഷേധിക്കുന്നു എന്നുള്ളിടത്താണ് നിൽക്കുന്നത്. കേൾക്കാനാവുന്നില്ല. കേരളത്തിൽ മുസ്ലിം ജനസംഖ്യ, ക്രൈസ്തവ ജനസംഖ്യ 18.35. ഈ 2 സമുദായങ്ങൾക്കും ദേശീയ തലത്തിൽ അവർ നേരിടുന്ന മാനസികവും ശാരീരികവുമായ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട്. ഇത് അഡ്രസ് ചെയ്യാൻ ഈ മുസ്ലിം ലീഗിനോ ഈ കോൺഗ്രസിനോ കേരളത്തിൽ സാധിക്കുന്നില്ല എന്നുള്ളിടത്താണ് അണികളുടെ വികാരം വല്ലാതെ വ്രണപ്പെട്ടു നിൽക്കുന്നത്. അതാണ് ഈ ഇലക്ഷനിൽ പ്രതിഫലിക്കാൻ പോകുന്നത്. അത് തന്നെയാണ് ലീഗിന്റെ പ്രശ്നവും ആയിട്ട് നിൽക്കുന്നത്. ഈ മണ്ഡലമാറ്റം അടക്കം എല്ലാം സംഭവിക്കുന്നതിന്റെയൊക്കെ പരിണിത ഫലം തന്നെയാണ്, ചെറിയ കാര്യമൊന്നുമല്ല. അതില് ലീഗിന്റെ ദൗർബല്യങ്ങൾ മാത്രമല്ല ഉള്ളത്. ലീഗ് അണികളുടെ ജ്വലിച്ചുയർന്ന വികാരമുണ്ട്. പ്രത്യേകിച്ചും
യുവനിരയുടെ വളരെ പ്രത്യേകമായിട്ടുണ്ട്. അതിനെ തരണം ചെയ്യാനായിട്ട് ഇവർക്ക് ഇത്തരത്തിലുള്ള ഗിമ്മിക്കുകൾ കൊണ്ട് സാധിക്കില്ല എന്നത് ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കുക തന്നെ ചെയ്യും എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. അതാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു ശ്രീ ജയചന്ദ്രൻ. ശ്രീ റോണി, താങ്കളുടെ അഭിപ്രായം? ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത CPM-ന്റെ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ പറയുന്നത്, പ്രിയപ്പെട്ട ശ്രീ ഹംസ ഉൾപ്പെടെ പറയുന്നത്, കേരളം വോട്ട് ചെയ്യേണ്ടത് ഇന്ത്യ മുന്നണിക്കാണ്. CPM എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിയുടെ അഭിവാജ്യ ഘടകമാണ്. ഞാൻ ചോദിക്കട്ടെ, എവിടെയാണ് ഈ CPM ഇന്ത്യ മുന്നണിയിലുള്ളത്? ഇന്ത്യ മുന്നണിയുടെ ഏകോപന സമിതിയിലേക്ക് ഒരു അംഗത്തെ നിർദ്ദേശിക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾ അതിനകത്ത് വരുന്നില്ല എന്ന് പറഞ്ഞു നിന്ന പാർട്ടിയാണ് CPM. അറിയിക്കട്ടെ, കോൺഗ്രസ് BJP നേർക്കുനേർ പോരാടിയ സ്ഥലങ്ങളിലൊക്കെ ഏറ്റവും അവസാനം തെരഞ്ഞെടുപ്പ് തെലങ്കാനയിൽ CPI അന്തസ്സായ നിലപാട് സ്വീകരിച്ചു, കോൺഗ്രസിനൊപ്പം നിന്നു. CPM ആർക്കൊപ്പം നിന്നത്? ചന്ദ്രശേഖർ റാവുവിനൊപ്പം. BJP-യുടെ B ടീമായിട്ടുള്ള ചന്ദ്രശേഖർ റാവുവിനൊപ്പം CPM നിന്നത്. കർണാടകയിൽ കോൺഗ്രസ് BJP നേരിട്ടപ്പോൾ, തെലങ്കാനയിൽ കോൺഗ്രസ് BJP നേരിട്ടപ്പോൾ ഒന്നും CPM കോൺഗ്രസിന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ആരാണ് നിങ്ങളുടെ ബദ്ധശത്രു എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു നിലപാട് സ്വീകരിക്കാൻ, നിങ്ങളുടെ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ പോലും ആരാണ് നിങ്ങളുടെ ഒന്നാം നമ്പർ ശത്രു എന്നൊരു നിലപാട് ഇന്നേ വരെ സ്വീകരിക്കാൻ നിങ്ങൾ പറയും കേരളത്തിൽ നിന്നുകൊണ്ട് സംഘപരിവാർ വിരുദ്ധ, BJP വിരുദ്ധ. പക്ഷെ നിങ്ങളുടെ ഇപ്പോഴും ഒന്നാം നമ്പർ ശത്രു CPM-ന്റേത് കോൺഗ്രസ്സാണ്. അത് കേരളത്തിലെ ജനങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ തിരിച്ചറിയും. കോൺഗ്രസ് ഈ രാജ്യത്ത് സംഘപരിവാറിനെ BJP നേരിടാൻ കെൽപ്പുള്ള പാർട്ടിയാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. സജീഷ്, CPM ഈ രാജ്യത്ത് ഒന്നാം നമ്പർ ശത്രുവായിട്ട് ആരാണ് കാണുന്നതെന്ന് ഇനിയും റോണിക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോടും സോണിയാഗാന്ധിയോടും ചോദിച്ചാൽ മതി. അവർ പറയില്ല. അവർ താങ്കൾ പറഞ്ഞ അഭിപ്രായം പറയില്ല. രാജ്യത്ത് BJP-യെ ഒന്നാം നമ്പർ ശത്രുവായി കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളിലൊന്ന് CPM ആണ്, ഇടതുപക്ഷ ശക്തികളാണ്. അവർക്കെതിരായിട്ടാണ് BJP ഏറ്റവും ശക്തമായി എല്ലാ ആക്രമണവും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഒന്ന്. പിന്നെ രണ്ടാമത്തേത്, ഇവിടെ അദ്ദേഹം പറഞ്ഞു വെച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു സംവിധാനം, ആ സംവിധാനം വിവിധങ്ങളായ ആശയതലത്തിൽ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു ഏകോപനമാണ്. ആ ഏകോപനം ഉണ്ടാക്കിയത് ഓരോ സംസ്ഥാനത്തും ആർക്കാണോ BJP-യെ ശക്തമായി പ്രതിരോധിക്കാൻ വേണ്ടി കഴിയുക ആ പ്രതിരോധം രൂപപ്പെടുത്താനാണ്. നിങ്ങൾ ആ പ്രതിരോധത്തിൽ നിങ്ങൾ സ്വീകരിക്കുന്ന നിലപാടെന്ത്? നേരത്തെ നിങ്ങൾ CPI-യെ കുറിച്ച് പറഞ്ഞു. നിങ്ങളുടെ രാഹുൽ ഗാന്ധി CPI-ക്കെതിരായി വയനാട്ടിൽ മത്സരിക്കുമോ എന്നുകൂടി പറയും. ആ CPI-ക്കെതിരായി നിങ്ങൾ മത്സരിക്കുമോ? CPI അല്ലേ വയനാട്ടിൽ മത്സരിക്കുന്നത്? ഇവിടെ രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് ഉത്തർപ്രദേശിൽ മത്സരിക്കുന്നില്ല? ഉത്തർപ്രദേശിലെ 80 സീറ്റുള്ള സ്ഥലം, അതുകൂടി പറയും. അപ്പോൾ പറയുമ്പോൾ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഇവിടെയെല്ലാം കാണുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലല്ലേ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് MP-മാരെ നിർണ്ണയിക്കാനാണ്, MP-മാരെ തിരഞ്ഞെടുക്കാനാണ്. ഈ നിങ്ങളുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവായിട്ടുള്ള മനു അഭിഷേക് സിംഗ്വിയെ തോൽപ്പിച്ചിട്ട് MP-ആയി BJP-യുടെ ഒരാളെ ഇപ്പോൾ രാജ്യസഭയിലേക്ക് അയച്ചത് മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയാണോ? നിങ്ങൾ കോൺഗ്രസ് അല്ലേ? ആ നിലയിൽ കോൺഗ്രസ് മാറിപ്പോയിരിക്കുന്നു. നേരത്തെ CPM-നെയൊക്കെ നിങ്ങൾ കുറ്റം പറഞ്ഞു. ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും നിങ്ങൾ റിസോർട്ടിലേക്കാക്കുന്ന MLA-മാരെ, കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച ആളുകളെ, കൈവിരൽ മഷി ഉണങ്ങാത്തൊരു ജനങ്ങൾ നോക്കിക്കാണുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കണ്ടേ? ആ ജനങ്ങളുടെ മുന്നിൽ വെച്ചാണ് നിങ്ങൾ റിസോർട്ടിലേക്ക് പോകുന്നത്. ആ റിസോർട്ടിലേക്ക് പോകുമ്പോൾ സൈക്കിൾ ചവിട്ടി നിയമസഭയിലേക്ക് പോയ മഹാരാഷ്ട്രയിലെ CPM-ന്റെ MLA-യും കാണേണ്ടതുണ്ട്. അതൊക്കെ കാണുന്നവരാണ് ഇവിടുത്തെ ജനത. ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതായത് ഇവിടെ കോൺഗ്രസ് സ്വീകരിക്കുന്ന ഈ നിലപാടും അതുപോലെ തന്നെ ലീഗ് സ്വീകരിക്കുന്ന നിലപാടും എല്ലാം തന്നെ മതനിരപേക്ഷവാദികളായി രാജ്യത്തെ രക്ഷിക്കണമെന്ന് കരുതുന്ന ആളുകളെല്ലാം ശ്രദ്ധാപൂർവം നോക്കിക്കാണുന്നുണ്ട്. അവരെല്ലാം 2004 പോലെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷത സംരക്ഷിക്കാനും അതോടൊപ്പം രാജ്യത്തെ ജനങ്ങൾക്കെതിരായിട്ടുള്ള നയങ്ങളെ ചെറുത്ത് തോൽപ്പിക്കാനും ഒക്കെ ഇടതുപക്ഷമാണ് ശരി എന്ന് ഈ തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തും. വലിയ വിജയം ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ. ഏതായാലും വളരെയധികം നന്ദി നിങ്ങൾ 3 പേർക്കും, ഒപ്പം പൊന്നാനി LDF സ്ഥാനാർത്ഥി ശ്രീ KS ഹംസയ്ക്കും ഞങ്ങളുമായി സഹകരിച്ചതിന്. ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കേരളത്തിൽ നിന്ന് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഒരെണ്ണമാണ്, ഒന്നും മാത്രമാണ്. അതായത് ദേശീയതലത്തിലടക്കം, കേരളത്തിൽ നിന്നുകൊണ്ട് ദേശീയതലത്തിലടക്കം BJP-യെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഒന്നാമത്തെ പാർട്ടി ആര് എന്നുള്ളതാണ്. അത് CPIM ആണോ അതോ കോൺഗ്രസ് ആണോ എന്നുള്ളത് തന്നെയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വോട്ടർമാർക്ക് മുമ്പിലെ ചോദ്യം. ആ ചോദ്യം, അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വളരെ സജീവമായി നിൽക്കുന്നു. സ്ഥാനാർത്ഥികളും പാർട്ടികളും അത് ജനങ്ങൾക്ക് മുമ്പിൽ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നു. വളരെയധികം നന്ദി എല്ലാവർക്കും സഹകരിച്ചതിനും അഭിപ്രായങ്ങൾ പങ്കുവച്ചതിനും. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.